ജോയ്സ് ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം ജീവിതത്തിന്റെ അനുഭവങ്ങളെ പങ്കുവെക്കേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത് സിസ്റ്റർ ഷീല തോമസ് ആണ്. ആ പ്രിയ കർത്താവിന്റെ ദാസിയെ വലിയ മാരകമാകുന്ന ചില രോഗങ്ങളിൽ നിന്നൊക്കെ കർത്താവ് അത്ഭുതകരമായി വിടുവിച്ച മരണത്തിന്റെ വക്കോളം കടന്നുപോയ അവസ്ഥകളിൽ നിന്ന് ദൈവം ജീവിപ്പിച്ചു കൊണ്ടുവന്നിരിക്കുന്നതായ ഒരു വിലയേറിയ സാക്ഷ്യമാണ് നാം ഇന്ന് കേൾക്കാൻ പോകുന്നത്. തീർച്ചയായും ഈ സാക്ഷ്യം നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് അതൊരു കാരണമായി തീരും. നമ്മുടെ കർത്താവിന്റെ ആ മഹത്വം ഓരോരുത്തർക്കും ഗ്രഹിപ്പാൻ കഴിയുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ജോയ്സ് ടിവിയിലേക്ക് പ്രിയ കർത്താവിന്റെ ദാസിയെ ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് സിസ്റ്റർ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖമായിരിക്കുന്നു സിസ്റ്റർ, സന്തോഷമായിരിക്കും. കർത്താവ് സഹായിക്കട്ടെ. എവിടുന്നാ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്? ഞാൻ റാന്നി എന്ന് പറഞ്ഞ് പത്തനംതിട്ട റാന്നിന്ന്. ഓക്കെ, റാന്നിയിലാണ്. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലാണോ അവിടെ ആയിരിക്കുന്നത്? വേല എന്ന് പറഞ്ഞാൽ ചെറിയ ശുശ്രൂഷകൾ കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി ചെറുതായിട്ട് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് ദൈവസന്നിധിയിൽ അസസിന്റെ അനുഭവങ്ങളെ ഷെയർ ചെയ്യുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധാനത്തിലേക്ക് അടുത്തു വരുന്നപ്പാ. പ്രിയ സിസ്റ്റർ ഹല്ലേലൂയ ഷീല തോമസുമായി ഹല്ലേലൂയ ദൈവപാദപീഠത്തിലേക്ക് അടുത്തു വരുന്നപ്പാ. നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുമാറാകണമേ കർത്താവേ. കർത്താവിന്റെ ദാസ്യ ദൈവം നടത്തിയ വഴികൾ ഹല്ലേലൂയ വിടുവിച്ച വിടുതലുകളെല്ലാം കർത്താവേ ഹല്ലേലൂയ കേൾക്കുന്ന ജനത്തിനും ഹല്ലേലൂയ ആത്മീക വർധനവിന് കാരണമായി തീരുവാൻ കർത്താവ് സഹായിച്ചാട്ട്. ദൈവ സാന്നിധ്യം കൂടെ ഇരുന്നാട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ ആമേൻ. സിസ്റ്ററെ ഹല്ലേലൂയ. സിസ്റ്ററിന് വേണ്ടി ഞാന് സമയം വേർതിരിച്ച് തരികയാണ്. ജീവിതത്തിന്റെ അനുഭവങ്ങളെല്ലാം സിസ്റ്ററിന് ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു സിസ്റ്റർ, താങ്ക് യു സോ മച്ച്. കർത്താവിന്റെ കൃപയാൽ ഇങ്ങനെ ഒരു മുഖാന്തരം കർത്താവ് അപ്പച്ചന് ഒരുക്കി തന്നതിനെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. മാത്രമല്ല ജോയ്സ് ടിവിക്കും എന്റെ ആത്മാർത്ഥമായിട്ടുള്ള നന്ദിയെ ഞാൻ പ്രകടിപ്പിക്കുന്നു. കർത്താവിന്റെ കൃപയാൽ ഇങ്ങനെ ഒരു സാക്ഷി പറയുവാൻ എന്റെ ദൈവം ഒരുക്കിയത് ദൈവത്തിന്റെ മുൻ പദ്ധതിയായിരുന്നു, മുൻ പ്ലാൻ ആയിരുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിനൊന്നും യോഗ്യതയുള്ളവളല്ല. എന്റെ ലാംഗ്വേജിൽ തന്നെ നല്ല പ്രശ്നങ്ങളുണ്ട്. ബിക്കോസ് ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം തമിഴ്നാട്ടിലായതുകൊണ്ട് എനിക്ക് ശരിക്കും തമിഴാണ് ഒന്നും കൂടെ വശം. പക്ഷേ കല്യാണം കഴിഞ്ഞ് എന്റെ പപ്പ മമ്മിയൊക്കെ തമിഴ്നാട്ടില് ഇലക്ട്രിസിറ്റി ബോർഡിൽ എന്റെ പപ്പ ജോലി ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ ആയിരുന്നു താമസമൊക്കെ. അതുകൊണ്ട് എന്നെ അവിടെ കൊണ്ടുപോയി ഞാൻ അവിടെ വളർന്നു വന്നത്. അതുകൊണ്ട് എനിക്ക് ഈ മലയാളത്തിൽ ഇച്ചിരി ഒരു ബുദ്ധിമുട്ട്. പപ്പയൊക്കെ റിട്ടയർഡ് ആയതിനു ശേഷമാണ് നാട്ടിൽ വന്നത്. അതിനുശേഷമാണ് എന്റെ വിവാഹം നടന്നത്. അതിനുശേഷമാണ് ശരിക്കും ഞാൻ എന്റെ മലയാളത്തിലൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വന്നത്. തമിഴ് നന്നായിട്ട് അറിയുമെന്ന് ഞാൻ പറയുന്നു. പക്ഷെ അത് അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ കഴിഞ്ഞ വളരെ മീൻസ് തമിഴിൽ എഴുതാനും പഠിക്കാനും വായിക്കാനും എല്ലാം തമിഴാണ് എനിക്ക് നന്നായിട്ട് അറിയുന്നത്. അങ്ങനെ ഇരുന്നപ്പോ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്ന് എന്റെ ഒരു കൂട്ടുകാരി വിളിച്ചു. ഞാൻ അവളുടെ അടുത്ത് നന്നായിട്ട് എനിക്ക് നല്ല തമിഴ് അറിയാമല്ലോ, അപ്പൊ നന്നായിട്ട് തമിഴ് പറയാമെന്ന് പറഞ്ഞ് തിരിച്ച് റിപ്ലൈ പറയുന്ന സമയത്താണ് ഞാൻ അറിയുന്നത് എനിക്ക് തമിഴ് എന്ന് മീൻസ് മലയാളം തന്നെയാ വരുന്നത്, തമിഴ് മിക്സായി പോകുന്നു. ഒട്ടും എനിക്ക് അവളുടെ അടുത്ത് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട്. അപ്പോഴാണ് ഞാൻ എന്നെ തന്നെ ഒന്ന് മനസ്സിലാക്കിയത്, അയ്യോ തമിഴും പോയോ, തമിഴും മറന്നുപോയോ എന്ന്. അതുവരെ ഞാൻ മീൻസ് മലയാളം പഠിക്കാനും മലയാളത്തിൽ സംസാരിക്കുവാനും ഉത്സാഹിക്കേണ്ടത് കൊണ്ട് തമിഴ് ഞാൻ അത്ര ശ്രദ്ധ കൊടുത്തില്ല. അതിന് മീൻസ് പിന്നെ തമിഴരുമായിട്ട് അധികമായിട്ട് ഞാൻ മിങ്കിൾ അല്ലല്ലോ. അതുകൊണ്ട് പിന്നീടാണ് മനസ്സിലായത് തമിഴും ഒരു കണക്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു വരുന്നതെന്നുള്ളത്. അപ്പൊ തമിഴും അങ്ങനെയായി, മലയാളവും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തമിഴ് മിക്സ് ആയിട്ടുള്ള മലയാളമാണ്. മാത്രമല്ല ഞാൻ ഏറെ നാളുകൾ സൗദി പ്രദേശത്തിലും മസ്കറ്റ് പ്രദേശത്തിലൊക്കെ ഞാൻ നേഴ്സാ ജോലി ചെയ്തു. അപ്പൊ ഒരുവിധം അറബിക്കുമായിട്ട്
അവിടെ ഇരിക്കുന്ന എന്റെ പേഷ്യൻസുമായിട്ടൊക്കെ ഡീൽ ചെയ്യാൻ അറിയാമെന്ന് വെച്ചാൽ ആ ഭാഷയും ശരിക്കല്ല. ഇംഗ്ലീഷ് സംസാരിക്കുമെന്നാലും വെച്ചാലും യുനോ അത്ര ഒരു അങ്ങനെ ടെസ്റ്റിമണി പറയുന്നത് പോലെയുള്ള അത്ര വലിയ ഫ്ലുവൻസി അങ്ങനെ പറയുവാൻ എനിക്ക് അറിഞ്ഞുകൂടാ, അറിയാമോന്ന് ഞാൻ അത് ട്രൈ ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ ഭാഷകളിൽ ഇത്രമാത്രം ഒന്നിലും സ്ഫുടതയില്ലാതിരിക്കുന്ന എന്നെ കൊണ്ടും കർത്താവ്, ഞാൻ അവർ കഴുതിയെ കൊണ്ടും സംസാരിപ്പിക്കുന്നത് പോലെ കർത്താവ് എന്നെ കൊണ്ടും കർത്താവിന്റെ നാമത്തെ ഉയർത്തുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് വലിയൊരു സന്തോഷം തന്നെയാ. പലപ്പോഴും ഭാഷ അറിയാമല്ലോ, അത് തന്നെ വലിയ അനുഗ്രഹമാണല്ലോ. എല്ലാം അറിയാന്ന് വെച്ചാ സിസ്റ്റർ ഇച്ചിരി എല്ലാം അറിയാം, പക്ഷെ ഒന്നും തന്നെ ഫ്ലുവൻസി ഇല്ലെന്നേ ഉള്ളൂ. പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. കർത്താവ് ചെയ്യും, പഠിക്കാനുള്ള കൃപ കർത്താവ് തന്നല്ലോ. അതെ അതെ, കർത്താവിന്റെ കൃപ. അങ്ങനെ ഏതായാലും എന്റെ ഞാൻ പറഞ്ഞില്ല, എന്റെ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഒക്കെ തമിഴ്നാട്ടിലായിരുന്നു. എനിക്ക് ഒരു ബ്രദറും ഒരു സിസ്റ്ററും ഉണ്ട്. അവർ രണ്ടുപേരും കേരളത്തിലാണ് വളർന്നു വന്നത്. എന്റെ പപ്പായുടെ അമ്മയുടെ കൂടിയും സഹോദരന്മാരുടെ കൂടിയുമാണ് അവർ രണ്ടുപേരും കൂടെ വളർന്നു വന്നത്. അങ്ങനെ എന്റെ ജീവിതം ഇങ്ങനെ മുമ്പോട്ട് പോയി. എന്റെ കുട്ടിക്കാലം എന്ന് വെച്ചാൽ ഞാനും എന്റെ പപ്പായും അമ്മയും ഒക്കെ വന്നിട്ട് നല്ല ഒരു കൂട്ടുകാരെ പോലെ, ഒരു ഫ്രണ്ട്സിനെ പോലെയാ ഞങ്ങളുടെ ഒരു ജീവിതം. ഭയങ്കര നല്ല സ്ട്രിക്റ്റ് ഒക്കെ എന്റെ പപ്പ, എന്നാലും അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഉള്ള കൂട്ടം വെച്ചാ എനിക്ക് വളരെ ഇഷ്ടമായി. ഈ സിനിമ കാണുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മാത്രമല്ല, എന്റെ പപ്പായ്ക്ക് അതിനെക്കാട്ടിലും ഇഷ്ടമാണ്. അപ്പൊ ഞാനും പപ്പായും കൂടെ ഒന്നിച്ചിരുന്ന ഈ നമ്മുടെ കേരളത്തിൽ ഈ വനിത എന്നൊക്കെ പറയുന്ന പോലെ മാസിക പോലെ തമിഴ്നാട്ടിലുണ്ട് കുമുദം, റാണി എന്നൊക്കെ. അപ്പൊ റാണി പുസ്തകമൊക്കെ ഞങ്ങൾ എല്ലാ വാരത്തിലും എല്ലാ ആഴ്ചയിലും വരുന്ന പുസ്തകമാണ്. അതിനകത്തിരിക്കുന്ന പടങ്ങളൊക്കെ, സിനിമ പടങ്ങളൊക്കെ കണ്ട് അതിനകത്തിരിക്കുന്ന മെലോഡിയസ് സോങ് ഒക്കെ നോട്ട് ചെയ്ത്, അന്നത്തെ കാലത്ത് നമുക്ക് ഇപ്പോഴത്തെ ഉള്ള പോലെയുള്ള സൗകര്യങ്ങളൊന്നുമില്ലല്ലോ. അന്ന് ഓഡിയോ കാസറ്റ് പോലും ഇല്ലാത്ത കാലം, റെക്കോർഡ് പ്ലെയർ ആയിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഈ പാട്ടൊക്കെ അതിനകത്ത് നോട്ട് ചെയ്തെടുത്ത് അതിനെ കൊണ്ടുപോയിട്ട് റെക്കോർഡ് ചെയ്യിപ്പിച്ച് ഞാനും പപ്പായും അങ്ങനെ ആസ്വദിച്ചിരുന്ന് കേൾക്കും. മാത്രമല്ല എന്റെ പപ്പ ഒരു പവർ സ്റ്റേഷനിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു 200-300 വീടുകൾ മാത്രം അടങ്ങിയിരിക്കുന്ന ഒരു ഹിൽ ഏരിയയിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഒരു 2 കടകളുണ്ട്, ഒരു ഹോസ്പിറ്റലുണ്ട്, ഒരു ചർച്ചുണ്ട്. അങ്ങനെയുള്ള ഒരു ഒരു ഹിൽ സ്റ്റേഷനിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഒരു വലിയ രസകരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു കാര്യം ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ എല്ലാവർക്കും അറിയാം. മാത്രമല്ല എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഞങ്ങളുടെ ക്ലബിൽ വെച്ച് സിനിമയുണ്ട്. എല്ലാ ആഴ്ചകളിലും സിനിമയുണ്ട്. അപ്പൊ ആ സിനിമയുണ്ടെന്നുള്ളത് എങ്ങനെ അവര് പറയുന്നതെന്ന് വെച്ചാൽ, ഈ ഡ്രംസ് അടിച്ചിട്ട് ആരെങ്കിലും ഒരാൾ എല്ലാ വീടുകളുടെ വഴിയിലും വന്നിട്ട് പറയും, ഇന്ന് ഇയാളാണ് നടിച്ചത്, ഇന്നത്തെ ദിവസം ഇന്ന് സിനിമയുണ്ടെന്നൊക്കെ. എനിക്കൊക്കെ ഭയങ്കര സന്തോഷം അന്നത്തെ ദിവസം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങനെയൊക്കെയാണ് എന്റെ കുട്ടിക്കാലങ്ങളിൽ മുമ്പോട്ട് പോയത്. ഏതായാലും ഞാൻ കർത്താവിന്റെ 5ാം ക്ലാസ് വരെ പപ്പയുടെ മമ്മിയുടെ കൂട്ടത്തിൽ തന്നെയായിരുന്നു. 6ാം ക്ലാസ് തൊട്ടേ പപ്പ ഇച്ചിരൂടെ ഒന്ന് നല്ല ഒരു സ്റ്റഡീസിന് വേണ്ടിയിട്ട്, അവിടെ ഗവൺമെന്റ് സ്കൂളുണ്ട്, എന്നാലും നല്ല സ്കൂളിൽ എന്റെ കുഞ്ഞിനെ കൊണ്ട് ചേർക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കോൺവെന്റ് സ്കൂളിൽ കൊണ്ടുപോയി എന്നെ ചേർക്കുവാൻ ഇടയായിത്തീരുന്നു. എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എങ്കിലും അവിടെയും നല്ല ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ, ആ മാസത്തിൽ 2 പ്രാവശ്യം ഞങ്ങൾ എല്ലാവരും കൂട്ടിയിരുത്തി, ഞങ്ങളുടെ മദറും, മീൻസ് കാത്തോലിക്ക സ്കൂളിലാണ്, മദറും സിസ്റ്റേഴ്സും ഞങ്ങൾ എല്ലാവരും കൂടിയിരുന്ന് ഞങ്ങൾ സിനിമ കാണും. അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. അവിടെ പോയപ്പോഴും എനിക്ക് നല്ലൊരു ആനന്ദമാണ്. മാത്രമല്ല മാസത്തിൽ 1 പ്രാവശ്യം ഞങ്ങൾക്ക് ഔട്ടിങ് പോകാം. ഇപ്പൊ ഞങ്ങളുടെ കോൺവെന്റിൽ നിന്ന് 3 മണിക്കൂർ ദൂരത്തിലാണ് എന്റെ വീട്ടിലോട്ട് പോകേണ്ടത്. അപ്പൊ പപ്പായും മമ്മയും എന്താ ചെയ്യും, മാസത്തിൽ 1 ഇവിടെ വന്ന് ഹോട്ടലെടുത്ത് മുറിയെടുത്ത് എന്നെ അവിടെ കൊണ്ടുപോയി കുളിപ്പിച്ച്, ഞങ്ങള് ഹോട്ടലിൽ പോയി നന്നായിട്ട് എന്നെ ആഹാരം കഴിപ്പിച്ച്, അതും സാധാരണ സീറ്റിലൊന്നും പറ്റത്തില്ല, ബാൽക്കണിയിൽ കൊണ്ടുപോയി ഇരുത്തി, മീൻസ് സിനിമാ തിയേറ്ററിൽ ബാൽക്കണി കൊണ്ടിരുത്തി ഞങ്ങൾ 3 പേര് സിനിമ കണ്ടിട്ടാണ് മടങ്ങി വരുന്നത്. അങ്ങനെ എന്താ പറഞ്ഞ, എന്റെ ഒരു ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ, എന്റെ ഒരു ഹോബി എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ഒത്തിരി കാര്യങ്ങളിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത്. അതിന് എന്റെ പപ്പായും മമ്മിയും വളരെ സന്തോഷത്തോടു കൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു. ഞാൻ പറയട്ടെ, ഞാൻ എല്ലാ സാക്ഷികളിലും പറയുന്നതാണ്, ഞാൻ ഒത്തിരി കുറച്ച് മിടുക്കിയാണ്, നന്നായിട്ട് പഠിക്കും, ഇങ്ങനൊക്കെ ചെയ്യും. പക്ഷെ ഞാൻ എന്തിനാ ഈ മിടുക്കിന്നൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ വിചാരിക്കും നമ്മൾ ഒത്തിരി മിടുക്കിയ, ഒത്തിരി സ്മാർട്ടാ, ഒത്തിരി ക്ലബറാ, നമുക്ക് ഒത്തിരി ബുദ്ധിയൊക്കെ ഉണ്ട് എന്ന്. പക്ഷെ കർത്താവിന്റെ സന്നിധാനത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ ഒന്നുമല്ല.
ദൈവമേ, എന്റെ കഴിവ് കൊണ്ടല്ല, എന്റെ മിടുക്ക് കൊണ്ടല്ല, അല്ല എന്റെ സാമ്പത്തികമോ എന്റെ ബലമോ എന്റെ ആരോഗ്യമോ എന്നെ കൊണ്ട് ഒന്നും കഴിയത്തില്ല, അങ്ങ് മാത്രമാണ് എന്റെ ജീവിതത്തിന്റെ ആശ്രയമെന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൂടെ ചില പ്രോസസ്സിൽ കൂടി കർത്താവപ്പച്ചൻ കടത്തിവിടുമെന്ന് ഞാൻ പിന്നീട് ഇപ്പോൾ ഞാനത് നന്നായിട്ട് അത് മനസ്സിലാക്കുവാൻ കർത്താവപ്പച്ചൻ എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. അങ്ങനെയുള്ള ഒരു കുട്ടിക്കാലമായിരുന്നു എന്റെ ഒരു കുട്ടിക്കാലം. അതിനുശേഷം എന്റെ കോൺവെന്റ് ലൈഫ് കഴിഞ്ഞതിന് ശേഷം എന്നെ ഒരു നഴ്സിംഗ് സ്കൂളിൽ കൊണ്ടുപോയി ജോയിൻ ചെയ്യാൻ ഇടയായിത്തീരുന്നു. നഴ്സിംഗ് ഒരു ഹിന്ദു ഇൻസ്റ്റിറ്റ്യൂഷനിലായിരുന്നു. അവിടെയും ഞാൻ കർത്താവിൽ എനിക്ക് നല്ല ഒരു സന്തോഷമുള്ള ഒരു ജീവിതമാണ്. അവിടെയും ഞാൻ നല്ല മിടുക്കിയായിട്ടൊക്കെ പഠിച്ചു. ആ നഴ്സിംഗ് സ്കൂളിൽ വെച്ചാണ് എന്റെ കൂട്ടുകാർ മുഖാന്തരമായിട്ട് ഞാൻ കർത്താവിന്റെ കൃപയാൽ ഈ രക്ഷയുടെ സന്തോഷത്തിലേക്ക് ഞാൻ കടന്നു വരുന്നത്. അതുവരെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഹിൽസ് ഏരിയയിൽ പോയ ഒരു ഫെസ്റ്റിവൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച, പ്രത്യേകിച്ച് അവിടെ ഈ അറിയാം, ശിവരാത്രി എന്ന് പറയും. ശിവരാത്രി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞാനിപ്പോ ഹോളിഡേസിലൊക്കെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. ശിവരാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് രാത്രി മുഴുവൻ ആരും ഉറങ്ങത്തില്ല. അപ്പൊ ഞാൻ എന്റെ പപ്പയുടെ അടുത്ത് പറയും, പപ്പ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, ഞാനും അവരുടെ കൂടെ ടെമ്പിളിലേക്ക് പോവാന്ന്. പപ്പ പറഞ്ഞു, പോയിക്കോ മോനെ, എന്നെ ലിബറല്ല, വിടും. ഞങ്ങൾ അവിടെ പോയി ശിവരാത്രി എന്ന് വെച്ചാൽ നമുക്ക് ആർക്കും ഉറങ്ങാം, അവർക്കാർക്കും ഉറങ്ങണ്ട. അപ്പൊ ഇഷ്ടംപോലെ അന്ന് രാത്രി മുഴുവനും ഇഷ്ടംപോലെ ഫിലിം കാണിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓടുന്നത് ഇവരുടെ പുറകെ. അങ്ങനെ എല്ലാ ഫെസ്റ്റിവലിലും ഞാൻ പോയി അവിടെ അറ്റൻഡ് ചെയ്യും. അവിടെ ഞങ്ങളുടെ ഞാൻ പറയുന്നത് 2 കടകളുണ്ട്. അതിനകത്ത് ഒരു കടയിലുള്ള ഒരു അങ്കിൾമാര് ഞങ്ങളുടെ ഒരു ഭയങ്കര കൂട്ട. അങ്ങനെ ഈ ശബരിമല സീസണിലൊക്കെ ആ അങ്കിൾ ഇങ്ങനെ തേങ്ങയുടെ അകത്ത് ഇങ്ങനെ പൊതിയൊക്കെ കെട്ടി നെയ്യൊക്കെ ഒഴിച്ച് ഭയങ്കര പരിപാടിയായിരിക്കും. ഒത്തിരി പേരൊക്കെ വിളിച്ച് ആഹാരം കൊടുക്കുന്നതും അതിനെല്ലാം ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സാ. അവിടെ എല്ലാവരും അറിയുന്നവരാ. അപ്പൊ ഞങ്ങൾ എല്ലാവരും പോകും. മമ്മിയൊക്കെ പോയി നന്നായിട്ട് അവരെ സഹായിക്കും. കുക്കിങ്ങിനും കാര്യങ്ങളെല്ലാം എല്ലാത്തിനും ഞങ്ങൾ എല്ലാം കോപ്പായി. ഇതായിരുന്നു എന്റേതായിട്ടുള്ള ഒരു ജീവിതം. എന്നാൽ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു. എന്റെ ഒരു കണക്ക് കൂടില്ല കേട്ടോ. എന്റെ പപ്പയും മമ്മിയും പറഞ്ഞിട്ടുണ്ട്, അവർ നല്ല ഒരു പ്രാർത്ഥിക്കുന്ന മകളാ, നല്ല പാട്ട് പാടും, ബൈബിൾ വായിക്കും. ഇതെല്ലാം സത്യം തന്നെ. ഞാൻ നന്നായിട്ട് എല്ലാം ചെയ്യും. ബൈബിളൊക്കെ നന്നായിട്ട് മിക്കവാറും വായിക്കുന്നത് സങ്കീർത്തനമാണെങ്കിലും ബൈബിളൊക്കെ വായിക്കും. അങ്ങനെയായിരുന്നു. പക്ഷെ യേശുവും ഞാനുമായിട്ടുള്ള ആ ഒരു എല്ലാം ഒരു മതത്തിന്റെ ഒരു ഭക്തി അല്ലാതെ ഒരു പേഴ്സണൽ ഒരു അഫയേഴ്സ് ഞങ്ങൾ തമ്മിൽ ഇല്ലായിരുന്നു. പക്ഷെ നഴ്സിംഗിന്റെ സമയത്താണ് എന്റെ കൂട്ടുകാരി മുഖാന്തരമായിട്ട് ഈ രക്ഷയുടെ സന്തോഷത്തിലേക്ക്, ഈ കർത്താവിന്റെ സ്നേഹം കുറിച്ച് അറിയുവാനും അഭിഷേകത്തെ കുറിച്ച് അറിയുവാനും, അവരൊക്കെ അഭിഷേകത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കും ഒരു അഭിഷേകം പ്രാപിക്കണം എന്നുള്ളൊരു വളരെ ഒരു ആഗ്രഹമുണ്ടായി. അങ്ങനെ പോയി പ്രാർത്ഥിച്ച് എന്റെ ഒരു നെയിം ക്രിസ്ത്യനായിട്ടിരുന്ന ആ ഒരു ജീവിതം മാറി ശരിക്കും ഒരു സത്യ ക്രിസ്ത്യാനിയിലേക്ക്, ഒരു ട്രൂ ക്രിസ്ത്യനിലേക്ക് ഞാനും എന്റെ യേശുവിനെ സന്ദർശിതാവായി സ്വീകരിച്ച് എന്റെ നഴ്സിംഗ് സമയത്ത് ഞാൻ മടങ്ങി വരുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ വീട്ടിൽ പോയപ്പം പപ്പായുടെ അടുത്തും അങ്ങനെ ഞാൻ സ്നാനപ്പെടുവാനും ഇടയായി തീർന്നു. അപ്പൊ എന്റെ പപ്പായുടെ അടുത്തും അമ്മയുടെ അടുത്തും ഞാനിങ്ങനെ പറഞ്ഞു, ഞാനിങ്ങനെ സ്നാനപ്പെട്ടു. എനിക്ക് അന്ന് പ്രത്യേകിച്ച് അന്ന് ക്ലബിൽ നല്ലൊരു സിനിമയായിരുന്നു. അപ്പൊ പപ്പായുടെ അടുത്ത് മമ്മയുടെ അടുത്ത് പറഞ്ഞു, ഞാനിന്ന് ഏതായാലും സിനിമയ്ക്ക് വരുന്നില്ല, എനിക്കിനി യേശു മാത്രം മതി, അതുകൊണ്ട് എനിക്കിനി സിനിമയൊന്നും വേണ്ട പപ്പ. എനിക്ക് തന്നെ മനസ്സിലായി ഇതൊക്കെ ശരിയല്ല എന്ന്. അതുകൊണ്ട് ഇനി വേണ്ട പപ്പ, ഞാൻ വരുന്നില്ല എന്ന്. പപ്പ പറഞ്ഞു, മോളെ ഇത് നല്ല പടവ, രജനികാന്തും പ്രഭുവും 2 പേരും കൂടെ ചേർന്ന് നടിച്ച പടവ, നല്ല സൂപ്പർ പടവ, മോള് വരണം. ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല പപ്പ. മാത്രമല്ല എന്നെ മീൻസ് ഞാൻ സ്നാനപ്പെട്ടു എന്ന് അറിഞ്ഞപ്പം എന്റെ പപ്പയ്ക്കും മമ്മിക്കും ഭയങ്കര ദുഃഖമായിരുന്നു. ഞാനിങ്ങനെ ആഭരണമൊന്നും ഇല്ലാതെ ഞാനിങ്ങനെ പോയി നിന്നപ്പം എന്റെ പപ്പയ്ക്കും മമ്മിക്കും എന്നെ ആകുന്നതും അവരെന്നെ മടക്കി കൊണ്ടുവരുവാൻ നോക്കി. മാത്രമല്ല അവർ പറഞ്ഞു, ഇവിടെ ഈ തമിഴ്നാട്ടിലിരിക്കുന്ന എത്രയോ ദൈവദാസന്മാർ, വിശുദ്ധന്മാർ, ഇവിടെ DG ദിനകരനങ്ങൾ പോലെ എത്രയോ പേരുണ്ട്, അവരെക്കാട്ടിലും നീ എന്താ വിശുദ്ധിയാണോ ഇനി ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവ് അവരെ വിളിച്ചത് വേറെ അപ്പ, എന്നെ വിളിച്ചത് വേറെ. അതുകൊണ്ടാണ് എന്നെ വിളിച്ച വിളി ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എന്ന് പറവാൻ ഇടയായിത്തീരുന്നു. പക്ഷെ അവരെന്നെ ഒത്തിരി അത്ര നാളെ ഞാനും പപ്പായും നല്ല ഒരു കൂട്ടായിരുന്നു. അപ്പം പെട്ടെന്ന് എന്റെ പപ്പ എന്നെ വിട്ടവരോ നെഗ്ലക്ട് ചെയ്യുവാനും റിജക്ട് ചെയ്യുവാനും എന്നെ ഒത്തിരി ക്യൂമിലേറ്റ് ചെയ്യുവാനും എല്ലാ കാര്യങ്ങളിലും എന്നെ മാറ്റി നിർത്തുവാൻ ഇടയായിത്തീരുന്നു. സിനിമയുടെ കാര്യത്തിൽ വന്നപ്പോൾ അവർ വിചാരിച്ചു ഞാൻ തീർച്ചയായിട്ടും അവരുടെ കൂടെ പോകുമെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നില്ലെന്ന്. അപ്പൊ എന്നാ ഒന്ന് ഞാനും മമ്മിയും കൂടെ പോയിട്ട് വരാം, നീ അപ്പുറത്ത് ആന്റി ഷീസ് 7 months പ്രഗ്നന്റ് ആയിരുന്നു, നീ പോയി അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് പോയി അവിടെ ഇരുത്തി. മമ്മി പറഞ്ഞു, മോളെ ഞാൻ ഹീറ്ററിനകത്ത് പാല് വെച്ചിട്ടുണ്ട്, അത് മാത്രം ഒന്ന് ഓഫ് ചെയ്തേക്കാൻ പറഞ്ഞു.
എനിക്കാണെങ്കിൽ രക്ഷയുടെ സന്തോഷത്തിലൊക്കെ കടന്നു വന്നെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഈ പിശാചിനെ ഭയങ്കര പേടിയായിരുന്നു. ഈ തന്നെയൊക്കെ വീടിനകത്തൊക്കെ കയറി പോകുവാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പം ഇവർ പോയ വഴിക്ക് തന്നെ ഞാനും കഥ കടിച്ച് അപ്പുറത്തെ ആന്റിയുടെ അവിടെ പോയി ഇരിക്കുവാനിടയായിത്തീരുന്നു. പക്ഷെ ഇവർ വരുന്നവരെ ഞാൻ കഥവ് തുറന്നേ ഇല്ല. പിന്നീട് ഞാൻ ഓർക്കുന്നു പാൽ അതിനകത്തുണ്ടെന്ന്. അവർ വന്നപ്പോൾ നല്ല പാലൊക്കെ പറ്റി പാത്രത്തിലൊക്കെ നല്ല ഹോളൊക്കെ വീണ് നല്ല രസമായിരുന്നു. ഏതായാലും അങ്ങനെ എന്റെ പപ്പയും മമ്മി പിന്നീട് ഒത്തിരി എന്നെ കമ്പൽ ചെയ്ത് അങ്ങനത്തെ ഒരു പരിപാടിക്ക് ഞാൻ പിന്നെ അടുത്ത ആഴ്ച ആയപ്പോൾ എനിക്ക് പോകേണ്ടി വന്നു. എവിടെ പോയി? തന്നെ ഈ ആന്റി 7 months പ്രഗ്നന്റ് ആയ ഈ ആന്റി തന്റെ വീട്ടിൽ പോയപ്പം എനിക്ക് വേറെ പോയി നിൽക്കാനില്ല. എനിക്ക് തന്നെ വീട്ടിൽ നിൽക്കാൻ പേടി. അവിടെ ആ ഭാഗത്ത് ആരും ഇല്ലാതിരിക്കുന്ന ഹിൽ ഏരിയ ആയ എല്ലാരും ക്ലബിൽ പോയി. അപ്പൊ ഞാൻ ഒരു ദിവസം ഇവരുടെ കൂട്ടത്തിൽ കടന്നു പോയി, കർത്താവേ ഞാൻ കാണത്തേ ഇല്ല, സിനിമ കാണത്തേ. ഞാൻ യേശപ്പച്ചനുമായിട്ടല്ലേ, യേശപ്പച്ച ഞാൻ സിനിമ കാണത്തേ ഇല്ല എന്ന് പറഞ്ഞിട്ട് സിനിമ അവിടെ ക്ലബിൽ പോയിരുന്ന് കണ്ണട ചിങ്ങനെ ഇരിക്കുക. പക്ഷെ നമുക്കറിയാമല്ലോ നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളത്തിന് ആഴത്തിലേക്ക് ഈ എപ്പോഴും ഈ കണ്ട് നമ്മൾ ഈ സിനിമയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. അതുകൊണ്ട് ഞാൻ കണ്ണടച്ച് തന്നെയാ ഇരിക്കുന്നത്. പക്ഷെ ഈ സാധനങ്ങൾ മുഴുവൻ ഞാൻ ചെവി കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുക. ആദ്യം തൊട്ട് അവസാനം വരെയുള്ള ഫുൾ സിനിമയും എന്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടു എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഞാൻ ഈ സിനിമ എന്നുള്ള ഒരു എപ്പിസോഡിൽ ആ ഒരു ഇതിൽ നിന്നും പുറത്തു വരാൻ എനിക്ക് ഒത്തിരി അത് ബുദ്ധിമുട്ടായി എനിക്ക് തോന്നുവാൻ ഇടയായിത്തീരുന്നു. ഏതായാലും ഒത്തിരി നാളൊന്നും അവിടെ നിൽക്കേണ്ടി വന്നില്ല. എന്റെ പപ്പ എന്റെ ഒരു സ്ഥിതി കണ്ടിട്ട് എന്റെ ചേച്ചിയെ ബൈ ദ ടൈം കല്യാണം കഴിഞ്ഞ് കോയമ്പത്തൂർ മീൻസ് ഊട്ടിയുടെ പ്രദേശത്ത് വന്നിരിക്കുമായിരുന്നു. അപ്പൊ എന്നെ പപ്പ കൊണ്ടുപോയി അവിടെ വിട്ട് 3 monthsനകം ഞാൻ സൗദി അറേബ്യയിലേക്ക്, ഞാൻ നേഴ്സ് ആയിരുന്നല്ലോ, എന്റെ സെലക്ഷൻ കഴിഞ്ഞ് ഞാൻ സൗദി അറേബ്യയിലേക്ക് കടന്നു ചെല്ലുവാൻ ഇടയായിത്തീരുന്നു. സൗദിയിലേക്ക് കടന്നു ചെന്ന് കർത്താവ് അവിടെ ഒട്ടും ബൈബിൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ ചെന്നപ്പോ തന്നെ ഒരു കത്തോലിക്ക ആയിരുന്ന ഒരു ഗ്ലോറിയ എന്ന് പറഞ്ഞ ഒരു ഡോക്ടർ എന്നെ കണ്ടപ്പോ തന്നെ എന്നെ ചോദിച്ചു, ആർ യു പ്രൊട്ടസ്റ്റന്റ്? ഞാൻ പറഞ്ഞു യെസ്. ഐ ഹാവ് വൺ പ്രൊട്ടസ്റ്റന്റ് ബൈബിൾ, ലെറ്റ് മീ ഗീവ് ഇറ്റ് യു എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊട്ടസ്റ്റന്റ് ബൈബിൾ എടുത്ത് എന്നെ മീൻസ് നമ്മൾ വായിക്കുന്ന ബൈബിൾ എടുത്ത് എന്റെ കയ്യിൽ തരുവാനിടയായിത്തീർന്നു. ഞാൻ ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം എന്റെ കർത്താവ് എന്നെ നടത്തിയ വിധങ്ങൾ, പിന്നെ എനിക്ക് എന്താ പറയുക 3 വർഷകാലം പൗലോസിനെ അറബി പ്രദേശത്തിൽ കൂട്ടിക്കൊണ്ട് ചെന്ന് പഠിപ്പിച്ചതുപോലെ എന്നെയും സൗദി അറേബ്യയിൽ കൊണ്ടുചെന്ന് കർത്താവും അവിടെ ആരാധനയില്ല, അവിടെ പ്രാർത്ഥനയില്ല, മീൻസ് ഒരു മിലിറ്ററി ഏരിയ ആണ്. ഞാനും എന്റെ കൂട്ടുകാരും അവിടെ വേറെ ആരും വിശ്വാസത്തിൽ വന്ന ആരുമില്ല. ഞാനും എന്റെ കർത്താവും മാത്രമായിട്ട് ഒരു 3 വർഷകാലം കഴിയുവാനിടയായിത്തീരുന്നു. അതിനിടയ്ക്ക് ഒരു സംഭവം എന്ന് വെച്ചാൽ എന്റെ വീട്ടിൽ എന്റെ പപ്പായും മമ്മിയും, എന്റെ പപ്പ റിട്ടയർഡായി നാട്ടിൽ വരുവാനിടയായിത്തീർന്നു. എന്റെ ചേച്ചിയും എന്റെ ബ്രദറും, ചേച്ചി വിവാഹം കഴിഞ്ഞ് ഊട്ടിയിലേക്ക് പോയി. പക്ഷെ എന്റെ ബ്രദർ ദുബായ് പ്രദേശത്തിൽ അവര് ജോലിക്കായിട്ട് അവൻ കടന്നു ചെന്നു. അപ്പൊ എന്റെ മമ്മിയുടെ ഒരു കത്ത് വരുന്നുണ്ട് എനിക്ക്, ഇങ്ങനെ നമ്മുടെ മീൻസ് രാജൻ, എന്റെ ബ്രദറുടെ പേര് രാജൻ ദുബായിലേക്ക് പോയി. ഇപ്പോൾ ഏകദേശം 6-7 വർഷമായി ഇതുവരെയും അവൻ വീട്ടിൽ വന്നിട്ടില്ല. പക്ഷെ അവന്റെ വിസ നഷ്ടപ്പെട്ടു, അവന്റെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു. ഇനി അവനെ തിരിച്ചു കിട്ടുമോ എന്ന് പോലും അറിയത്തില്ല. അങ്ങനെയുള്ള ഒരു സ്ഥിതിയിലായിരുന്നു എന്റെ ബ്രദറുടെ സിറ്റുവേഷൻ. എന്റെ ബ്രദറിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ അവൻ ഒത്തിരി ആരെയും നോക്കത്തില്ല. ഇങ്ങനെ കാക്ക നോക്കുന്ന പോലെ ഇങ്ങനെ കുരിഞ്ഞിരുന്ന് ഇങ്ങനെ നോക്കത്തുള്ളൂ. അങ്ങനെ മീൻസ് മനുഷ്യരുമായിട്ട് അവൻ അധികമായിട്ട് നാട്ടിലായിരുന്നു, അപ്പൊ സംസാരിക്കത്തില്ല. അങ്ങനെ ഒരു റിസർവ് ടൈപ്പ് ആയിരുന്നു. മാത്രമല്ല പിന്നീട് ഞാൻ കേട്ടു അവനോ ഇങ്ങനെ വീഡിയോ വലിക്കുകയും കുടിക്കുകയും ഇങ്ങനെയൊക്കെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്റെ ബ്രദറിനെ അങ്ങനെ. ബിക്കോസ് ഞങ്ങൾ വർഷത്തിൽ ഒന്നാണ് ഞാനും എന്റെ ചേച്ചിയും ബ്രദറുമായിട്ട് കൂടുന്നത്. ഞങ്ങൾ അവധിക്ക് നാട്ടിൽ പോകുമ്പോഴാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു മീറ്റിംഗ് ഉണ്ടാകുന്നത്, ചേർന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്റെ ബ്രദറിനെ അങ്ങനെ കണ്ടിട്ടേ ഇല്ല. പക്ഷെ മമ്മി ഇങ്ങനെ കത്തിലുണ്ടായിരുന്നു, അവനിങ്ങനെ കുടിച്ചും അവൻ വളരെ വശലത്വമായിട്ട് അവനവിടെ ജീവിക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്റെ വീട്ടിൽ നിന്നുള്ള ഒരു കത്ത് എനിക്കങ്ങ് ഭയങ്കര സങ്കടം തോന്നി. കർത്താവെ, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയെങ്കിൽ എന്റെ വീട്ടിലുള്ള സകേലവരും ഒരു കുളമ്പ് പോലും നഷ്ടപ്പെടാതെ സകേലവരെയും എന്റെ യേശുവിന് വേണ്ടി കർത്താവെ അവർ വേർതിരിക്കപ്പെടണം, അതിനുവേണ്ടിയുള്ള ഒരു മുഖാന്തരങ്ങളെ ഒരുക്കണമേ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അന്ന് ഇപ്പോഴത്തെ പോലെ തന്നെ അന്നും അവിടെ റംസാൻ മാസമായിരുന്നു. അവിടെയൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ്, അവിടുത്തെ ഫാസ്റ്റിംഗ് ഒക്കെ അവിടുത്തെ രീതി ആയിരിക്കുന്ന ഇസ്ലാം ജനങ്ങളൊക്കെ നല്ല സ്ട്രിക്റ്റ് ആയിട്ടാണ് മിക്കവാറും പേര് തന്നെ
നന്നായിട്ട് ഫാസ്റ്റ് ചെയ്യും. അവരുടെ ഫാസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഈ രാവിലെ അവരുടെ ഫാസ്റ്റിംഗ് തുടങ്ങിയ വൈകുന്നേരം ആ പാങ്ക് വിളിക്കുന്ന അത്രയും വരെ ഒരു വെള്ളം പോലും കുടിക്കത്തില്ല. കണ്ടിന്യൂസ് ഖുർആൻ വായിക്കുക, പ്രാർത്ഥനയിൽ ഉച്ചിരിക്കുക, ഇങ്ങനെ ഭയങ്കര ഭക്തി അങ്ങനെ ആയിരിക്കുന്നത്. പക്ഷെ 6 മണിക്ക് ശേഷം ഞാൻ അറിഞ്ഞ ഡോക്ടേഴ്സ് തന്നെ അവിടെയുണ്ട്. അവരൊക്കെ നല്ല ചെയിൻ സ്മോക്കേഴ്സ് ഒക്കെയാ. പക്ഷെ ഈ പർട്ടിക്കുലർ ടൈമിങ്ങില് ഒറ്റ സിഗരറ്റ് പോലും അവർ വലിക്കത്തില്ല. അവർ വളരെ വളരെ ക്രമമായിട്ട് അവർ ഖുർആൻ വായിക്കുകയും അവർ 5 നിമിഷം നിസ്കരിക്കുകയും എല്ലാം ചെയ്യും. പക്ഷെ 6:30 കഴിഞ്ഞതിന് ശേഷം അവരുടെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്തിട്ട് അതിനുശേഷം അവരുടെ മീൻസ് സിഗരറ്റ് വേണമെങ്കിൽ സിഗരറ്റ് വലിക്കുന്നവർക്ക് അത് അല്ല, പിറ്റേ ദിവസം രാവിലെ ബാങ്ക് ഓതുന്നവരെ അവർക്ക് എന്ത് വേണമെങ്കിലും അവർക്ക് കഴിക്കാം. നല്ല ഫെസ്റ്റിവൽ. എനിക്ക് തോന്നുന്നു നോർമൽ ഡേയ്സിൽ കഴിക്കുന്നതിനെക്കാട്ടിലും അധിക കലോറീസ് അവർ ഈ റംസാൻ മാസത്തിൽ കൺസ്യൂം ചെയ്യും. എല്ലാവരും അല്ല കേട്ടോ, ചിലരൊക്കെ. ബിക്കോസ് അതുകൊണ്ട് എന്റെ കൂട്ടത്തിൽ, ഞാൻ ഒമാനിലും ആയിരുന്നല്ലോ, എന്റെ കൂട്ടത്തിൽ ഇരിക്കുന്ന കൂട്ടുകാരികളൊക്കെ മിക്കവാറും ഈ നൈറ്റ് ഡ്യൂട്ടിയാണ് പ്രിഫർ ചെയ്തത്. നൈറ്റ് ഡ്യൂട്ടി ആണ്, നമുക്ക് ഉറങ്ങേണ്ട ആവശ്യമില്ല, ആ സമയങ്ങളിൽ നമുക്ക് കഴിക്കുകയും ചെയ്യാം. ബിക്കോസ് അവർ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ കറക്റ്റ് ആ സമയത്തിൽ അവർ ബ്രേക്ക് ചെയ്യണം. അങ്ങനെയുള്ള ഒരു ചിട്ട അവർക്കുണ്ട്. അപ്പൊ ഇതൊക്കെ അവരുടെ ഈ ഫാസ്റ്റിങ്ങിന്റെ ആ ഒരു സ്ട്രിക്ട്നെസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അപ്പൊ ഞാൻ ഓർത്ത്, കർത്താവ്, ഞാൻ ഈ റംസാൻ മാസത്തിൽ ഇവരുടെ കൂട്ടത്തിൽ ഈ രാജ്യത്തിൽ ഞാൻ ആയിരിക്കുമ്പോൾ എന്റെ ബ്രദറുടെ ശബ്ദം ഇങ്ങനെ, മീൻസ് എന്റെ ബ്രദറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യേശു കർത്താവെ, ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ രക്ഷിക്കാൻ കഴിവുള്ളവൻ അങ്ങ് മാത്രമാണല്ലോ, അങ്ങ് എന്റെ ബ്രദറിനെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കർത്താവിൽ ഒരു ഫാസ്റ്റിംഗ് പ്രഖ്യാപിച്ചു. രാത്രി 12 മണിക്ക് വെള്ളം കുടിച്ച് നിർത്തിയ പിറ്റേ ദിവസം വൈകിട്ട് 6 മണിക്ക് ഞാൻ വെള്ളം കുടിച്ച് ഉപവാസം തീരത്തുള്ളൂ. മാത്രമല്ല ദാനിയേൽ ഉപവസിച്ചതുപോലെ 6 മണി തൊട്ട് വൈകുന്നേരം 6 മണി തൊട്ട് 12 മണിക്ക് ഇപ്പുറം, അവിടെ തന്നെ അതുപോലെ തന്നെ 12 മണിക്ക് ഇപ്പുറം ഞാൻ ഒരു സാധു ഭോജനം മാത്രം, മീൻസ് ചായ, കാപ്പി, പാല്, മീന്, മുട്ട, ഇതെല്ലാം ഇറച്ചി എല്ലാം അവോയ്ഡ് ചെയ്തിട്ട് സാധു ഭോജനം മാത്രം കഴിച്ച് എന്റെ യേശുവിനോട് കൂടെ ഞാൻ ഉപവസിക്കും. എന്റെ ബ്രദറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉപവസിക്കുന്നതെന്ന്. ഏതായാലും ബ്രദറിന് ഞാൻ ഒരു ലെറ്റർ എഴുതിയായിരിക്കും അവനെ എങ്ങനെ അവന്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കിട്ടുവാൻ ഇടയായി തീർന്നു. അത് ഞാൻ വലുതായിട്ട് എൻലാർജ് ചെയ്ത് ഞാൻ കിടക്കുന്ന ആ ബെഡിന്റെ നേരായിട്ട് എന്റെ ബ്രദറുടെ ഫോട്ടോ ഒന്ന് ഒട്ടിച്ചു വെക്കാനിടയായി, എന്റെ ഒരു മനസ്സിന്റെ ഒരു ആഗ്രഹത്തിൽ ഒട്ടിച്ചു വെക്കാനിടയായി തീർന്നു. ഞാൻ എഴുന്നേൽക്കുമ്പോൾ, ഞാൻ ഇരിക്കുമ്പോൾ, ഞാൻ റൂമിൽ നടക്കുമ്പോൾ, ഇരിക്കുമ്പോഴെല്ലാം ഇവന്റെ ഫോട്ടോയിൽ ശക്തമായിട്ട് ഇവനെ നോക്കി ഞാനങ്ങ് പ്രവചിക്കുക. ഞാനങ്ങ് എന്താ പറഞ്ഞ, ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചതുപോലെ എന്റെ ബ്രദർ മീൻസ് ജീവനോട് ഒരു കേടും കൂടാതെ നാട്ടിലേക്ക് മടങ്ങി വരും യേശുവിന്റെ നാമത്തിൽ ഇത് സംഭവിക്കും എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ അവന്റെ ഫോട്ടോയും വെച്ച് ഇങ്ങനെ ഞാൻ ഇവനെ അവകാശം ചൊല്ലി ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. മാത്രമല്ല ഡ്യൂട്ടിയുടെ സമയത്തിലും കൂടിയാണല്ലോ, 40 days ഫാസ്റ്റിംഗ് ഞാൻ. ഡ്യൂട്ടിയുടെ സമയത്തും പോകുമ്പോഴെല്ലാം എന്റെ ബ്രദറിനെ കുറിച്ചുള്ള ശക്തമായിട്ടുള്ള ഒരു ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ ആയിരുന്നു എന്റെ ജീവിതത്തില്. ദൈവത്തിന്റെ കൃപയാൽ കർത്താവ് അപ്പച്ചൻ എന്റെ പ്രാർത്ഥനയുടെ ശബ്ദം കൂടെ കേട്ട് 40 ദിവസം കഴിഞ്ഞില്ല, അതിനു മുമ്പ് ദുബായിൽ ഒരു ഇൻഫർമേഷൻ കിട്ടി. പൊതുമാപ്പ് എന്നുള്ള ഒരു കാര്യം അവിടെ ഉണ്ട്. ആ പൊതുമാപ്പില് ഈ പാസ്പോർട്ട് ഒന്നും ഇല്ലാത്തവരെയൊക്കെ കയറ്റിവിടും. അങ്ങനെ കൃപയാൽ എന്റെ ബ്രദർ പാസ്പോർട്ട് ഒന്നും ഇല്ലാതെ തന്നെ നാട്ടിലേക്ക് കയറി വിടുവാനിടയായിത്തീർന്നു. എന്റെ ജീവിതത്തിൽ എനിക്ക് വലിയൊരു സന്തോഷമായിരുന്നത്. അപ്പം ഞാൻ എന്റെ മമ്മിയുടെ ലെറ്റർ കാത്തി ഇങ്ങനെ ഇരിക്കുക. അപ്പൊ മമ്മിയുടെ അടുത്ത ലെറ്റർ വരുന്നു, മോളെ അവൻ വന്നു, ഞങ്ങൾക്ക് സന്തോഷമാ. പക്ഷെ അതിനെക്കാട്ടിലും ഒരു പ്രയാസം, ഇവനിവിടെ വന്നിട്ടും ആ കുടി മാറ്റിയിട്ടില്ല. അവന് ഇടയ്ക്ക് എന്താ പറഞ്ഞ, ബൈക്ക് ഒരു സൈഡിൽ കിടക്കും, അവൻ ഒരു സൈഡിൽ പറമ്പിൽ കിടക്കും. അവന്റെ ഫ്രണ്ട്സ് ഒക്കെയാ ചിലപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് ചേർക്കുന്നതെന്ന്. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ എനിക്ക് പിന്നെയും ഭയങ്കര ആദ്യം ഭീതി. ഞാൻ പിന്നെയും, കർത്താവെ, ഇങ്ങനെയുള്ള ഞാൻ എന്റെ ബ്രദറിന്റെ കുടിയനായിട്ട് കണ്ടിട്ടില്ല, ഇനി ഞാൻ കാണുകയുമില്ല. എന്റെ കർത്താവ് അതിന്റെ മേൽ വലിയ ചെയ്യുമെന്ന വിശ്വാസത്തിലുള്ള വാക്കുകൾ പറവാനിടയായിത്തീരുന്നു. എന്റെ സിസ്റ്ററെ, ഞാൻ പറയട്ടെ, കർത്താവിന്റെ കൃപയാൽ 3 വർഷം എന്റെ പീരീഡ്, എന്റെ സൗദിയുടെ ഇത് കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് മടങ്ങി വന്നു. എന്റെ ബ്രദറും എന്റെ പപ്പായുമാണ്. അന്ന് ചെന്നൈ എയർപോർട്ടേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ സൗദിക്ക് ഡയറക്റ്റ് ആയിട്ടുള്ളത് എറണാകുളത്തൊന്നും ഇല്ലായിരുന്നു, ട്രിവാൻഡ്രത്തൊന്നും. അന്ന് ചെന്നൈയേ ഉള്ളൂ. അവിടെ എന്റെ ബ്രദറും കടന്നു വന്നു എന്നെ കൂട്ടിക്കൊണ്ട് പോകുവാൻ വേണ്ടി. ഏതായാലും അവിടെ അതിന് ശേഷം ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു പ്രാർത്ഥന നടപ്പുണ്ട്. ഞങ്ങളുടെ വീടിന്റെ അടുത്തിൽ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയില് ഞങ്ങളെല്ലാരും പോയി ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ വീടിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു ചെന്ന് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ കണ്ണിനെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അന്നത്തെ പ്രസംഗിയാനായിട്ട് എഴുന്നേറ്റ് നിന്നത് എന്റെ ബ്രദറാ. ഞാൻ തമിഴ്നാട്ടിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ അണ്ണാന്നാ വിളിക്കുന്നത്. എന്റെ അണ്ണനാണ് അന്ന് പ്രസംഗത്തിന് വേണ്ടി അന്ന് എഴുന്നേറ്റ് നിന്നത്.
എന്റെ അണ്ണൻ എന്ത് പ്രസംഗിച്ചു എന്ന് ഞാൻ കേട്ടേയില്ല. അന്ന് മുഴുവനും എന്റെ കർത്താവിന്റെ പൊന്നുപാദത്തിൽ വീണ് ആ 2-3 മണിക്കൂർ അവരെല്ലാം ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. ഒറ്റ മനുഷ്യരെ പോലും നേരായിട്ട് നോക്കി നിന്ന് സംസാരിപ്പാൻ കഴിവില്ലാത്ത എന്റെ ബ്രദറ് അന്ന് അത്രയും പേരുടെ മുമ്പിൽ കർത്താവിന്റെ നാമത്തെ അവൻ ഉയർത്തുവാനും സംസാരിപ്പാനും ദൈവവചനം ഘോഷിപ്പാനും കേട്ടത് എനിക്ക് എന്റെ ജീവിതത്തിൽ എന്റെ ദൈവത്തിന് എന്റെ കർത്താവിന് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ എന്ന് പറവാൻ തക്കവണ്ണം കർത്താവിന് അത്ഭുത പ്രവൃത്തി എന്റെ കണ്ണുകൊണ്ട് കാണുവാൻ ഇടയായി തീർന്നു. അങ്ങനെ എന്റെ കർത്താവിന് എന്റെ ബ്രദറിന് ഒരു വലിയൊരു രൂപാന്തരം ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. മാത്രമല്ല ഞാൻ വീട്ടിലായിരുന്നപ്പോ ചില സമയങ്ങളിൽ എന്റെ ബെഡ്റൂം ഇവിടെ, എന്റെ ബ്രദറുടെ ബെഡ്റൂം അപ്പുറത്താ. രാവിലെ 5 മണിക്കൊക്കെ ആകുമ്പോ എന്റെ ബ്രദറുടെ അന്യഭാഷയുടെ അവൻ ആരാധിക്കുന്ന ശബ്ദം കേട്ടാ ചിലപ്പോ ഞാൻ എഴുന്നേക്കുന്നത്. അപ്പൊ ഞാൻ ഓർക്കും മുമ്പന്മാരായി പോയോന്ന്. അത്ര മാസം സിസ്റ്റർ ഗൾഫിലായിരുന്നപ്പോ ബ്രദർ നാട്ടിൽ വന്നിട്ട് രക്ഷിക്കപ്പെട്ടോ? അതെ, ബ്രദർ നാട്ടിൽ കടന്നു വന്ന് എന്റെ ബ്രദർ ഒരു കൂട്ടായ്മയ്ക്ക് കടന്നു പോകുവാനും അവിടെ രക്ഷയുടെ സന്തോഷം പ്രാപിപ്പാനും അങ്ങനെ കർത്താവ് എന്റെ ബ്രദറിനെ സന്ദർശിക്കുവാനും ഒരു വലിയൊരു അഗ്നി തന്റെ മേൽ വീഴുന്നതും അതിൽ നിന്ന് എന്തോ ഒന്ന് ഇറങ്ങി ശരീരത്തിൽ നിന്ന് എന്തോ ഒന്ന് ഇറങ്ങിപ്പോയി വേറൊരു ഫീലിംഗ് അവന്റെ ജീവിതത്തിൽ കടന്നു വരുവാനുള്ള ആ ഒരു അനുഭവം പ്രാപിപ്പാൻ ഇടയായിത്തീർന്നു. അങ്ങനെ അവൻ പഴയവയെല്ലാം കഴിഞ്ഞുപോയി സകലവും പുതുതായി എന്ന് പറവാൻ തക്കവണ്ണം എന്റെ ബ്രദർ ഒരു പുത്തൻ ഒരു മനുഷ്യനായി മാറുവാൻ ഇടയായി തീർന്നു. ആരൊക്കെയാണോ അവനെ റോഡിൽ നിന്നും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വലിച്ചുകൊണ്ട് എന്റെ വീട്ടിൽ എന്റെ ബ്രദറിനെ വീട്ടിൽ കൊണ്ടുവന്നോ, ഞാൻ അത്ഭുതമായിട്ട് പറവാൻ ഇടയായി തീർന്നെങ്കിൽ ഇന്ന് അവരൊക്കെ വന്നിട്ട് രാജനുപദേശി ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? ഇനി അനേകർക്ക് വേണ്ടി എന്റെ ബ്രദർ പ്രാർത്ഥിക്കുന്നു. എന്റെ ബ്രദർ ഈ കുടിയും ഇങ്ങനെ ഈ വഷളത്വം നിറഞ്ഞ ജീവിതം കൊണ്ട് അവന്റെ ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവ് ആയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മയങ്ങി വീഴുമായിരുന്നു ഈ രക്ഷയുടെ സന്തോഷത്തിന് മുമ്പ്. അതിനുശേഷം എന്റെ ബ്രദർ ഓക്കെ ആയി. ഇപ്പൊ അനേക രോഗികൾക്ക് വേണ്ടി അവൻ പ്രാർത്ഥിക്കുന്നു. രോഗികൾ സൗഖ്യമാകുന്നു. അനേക രക്ഷയുടെ സന്തോഷത്തിലേക്ക് കടന്നു വരുന്നു. കർത്താവിന് വേണ്ടി ഇങ്ങനെ എഴുന്നേറ്റ് പ്രകാശിക്കുന്ന വെള്ളക്കായ എന്റെ കർത്താവ് എന്റെ ബ്രദറിനെ ശോഭിപ്പാൻ കർത്താവ് അപ്പച്ചനെ അവിടുന്ന് സഹായിച്ചു. അതുപോലെ തന്നെ എന്റെ സിസ്റ്ററും ഒരു മൈഗ്രെയിൻ ആയിട്ട് അവളും വളരെയധികം ഭാരപ്പെട്ടു. അങ്ങനെ എപ്പോഴും സഹിക്കാൻ വയ്യാതെ എത്രയോ ഡോക്ടറുടെ അടുത്ത് എന്തൊക്കെയോ ചെയ്തു. അവസാനം ഞാനെന്ത് മരിച്ചാൽ മതി, സൂസൈഡ് എന്ന് ചെയ്താൽ എന്താ എന്ന് എന്റെ ചേച്ചി വിചാരിച്ച ദിവസങ്ങളുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ചേച്ചിയും ഒരു പ്രാർത്ഥനയ്ക്ക് കടന്നു പോകുവാനും എന്റെ ചേച്ചിയും ഈ രക്ഷയുടെ സന്തോഷത്തിൽ കടന്നു വന്നു. അവളും ചർച്ച് ഓഫ് ഗാഡ് കോയമ്പത്തൂരിൽ അവൾ നല്ല ഒരു ചർച്ചിൽ അവളും കർത്താവിനെ കുടുംബമായി ആരാധിക്കുന്നു. തന്റെ മൂത്ത മകൻ അവിടെ ഒരു പാസ്റ്ററായിട്ട് അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ അവരവിടെ ശുശ്രൂഷിക്കുന്നു. എന്റെ ചേച്ചിയാണെങ്കിൽ അത് നമ്മള് ഏത് സ്ഥലത്തായിരിക്കണം, എവിടെ ആയിരിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ഞാൻ തമിഴ്നാട്ടിൽ ബോൺ ആൻഡ് ബ്രോട്ടപ്പാ. പക്ഷെ ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത് റാന്നി പട്ടണത്തിൽ കേരളത്തിലാണ് ആയിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ മലയാളം സംസാരിച്ച് എന്റെ ചേച്ചി ബോൺ ആൻഡ് ബ്രോട്ടപ്പ് എല്ലാം കേരളത്തിലായിരുന്നു. പക്ഷെ ഇപ്പോൾ അവൾ ആയിരിക്കുന്നത് കോയമ്പത്തൂരിലാണ്. ഈ കോയമ്പത്തൂർ അവിടെ പോയി അവൾ തമിഴ്, എനിക്ക് മലയാളം എഴുതാനൊന്നും അറിയത്തില്ല. പക്ഷെ എന്റെ ചേച്ചി അവിടെ പോയിട്ട് തമിഴ് എഴുതാൻ പഠിച്ച് തമിഴിൽ പുസ്തകങ്ങളൊക്കെ എഴുതി. മാത്രമല്ല ഗ്രാമ ഊഴിയങ്ങള്, വില്ലേജ് മിനിസ്ട്രീസും അങ്ങനെയൊക്കെ പല കാര്യങ്ങളും എന്റെ ചേച്ചി അവിടെ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ മാതാവ് പിന്നീട് കോയമ്പത്തൂർ പോയപ്പോൾ സ്നാനപ്പെടുവാൻ ഇടയായിത്തീരുന്നു. പക്ഷെ എന്റെ പിതാവ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഞാൻ ഒരിക്കൽ സ്നാനപ്പെട്ടത്, എനിക്ക് ഇനി അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ എത്രയോ പറഞ്ഞു നോക്കി പപ്പായുടെ അടുത്ത്, പക്ഷെ പപ്പ ഒട്ടും സമ്മതിക്കുന്നില്ലായിരുന്നു. പക്ഷെ തന്റെ 80-ാമത്തെ വയസ്സില് പപ്പായ്ക്ക് വളരെ ലോർജ് ഇൻറ്റസ്റ്റൈനിൽ ക്യാൻസർ വരുവാനിടയായി തീർന്നു. അങ്ങനെ പപ്പ കീമോയൊക്കെ എടുത്ത് വളരെ എന്താ പറയുന്ന മരണത്തിന്റെ വക്കിലേക്ക് എത്തി. അപ്പോൾ പിന്നെയും ഞങ്ങൾ 3 പിള്ളേരും പപ്പയുടെ അടുത്ത് ഉണ്ടായിരുന്നു. പപ്പയുടെ അടുത്ത് പറഞ്ഞു, പപ്പ ഇത് മാത്രം നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല ജീവിതം. ഈ നമ്മുടെ കണ്ണ് അടയുമ്പോൾ നമ്മൾ പിന്നെ കണ്ണ് തുറക്കുന്നത് യേശു കർത്താവിന്റെ കരങ്ങളിലായിരിക്കണം. അല്ലാതെ നമ്മള് കുറെ ഇങ്ങനെ ജീവിച്ചിട്ട് നമ്മള് നരകത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തോ ലാഭം. ശരിക്കും ഞങ്ങൾ നേരത്തെ പറയുമ്പോൾ പപ്പയ്ക്ക് അത് മനസ്സിലാകത്തില്ലായിരുന്നു. പക്ഷെ ആ മരണത്തിന്റെ വക്കിലെത്തിയപ്പോൾ പപ്പയ്ക്ക് മനസ്സിലായി, ഇനി ഞാൻ പിടിച്ചാൽ നിൽക്കത്തില്ല, ഇനി ഞാൻ മരിക്കും എന്നുള്ള ഒരു സിറ്റുവേഷൻ ആയപ്പോൾ മരണഭീതി എന്ന് വെച്ചാൽ സിസ്റ്റർ അത് ഭയങ്കര ഒരു വല്ലാത്ത ഒരു ഭീതി തന്നെയാണ്. അത് എന്റെ പപ്പായ്ക്ക് അത് ആ മരണഭീതി വരാൻ തുടങ്ങിയപ്പോൾ പപ്പ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ച് പറവാൻ ഇടയായിത്തീരുന്നു, എനിക്കും യേശുവിനോട് കൂടെ ചേരുവാനുള്ള സ്നാനം ഏൽക്കണമെന്ന്. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ 3 ദിവസം ഉപവാസ പ്രാർത്ഥന വയ്ക്കുവാനും പിന്നീട്
തുണ്ടി അവിടെ കൊണ്ടുപോയി പപ്പായിൽ സ്നാനപ്പെടുവാൻ. അങ്ങനെ എന്റെ വീട്ടിൽ ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, ഒരാളെങ്കിലും കുടുംബത്തിൽ കർത്താവ് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കുളമ്പ് പോലും നഷ്ടപ്പെടുവാൻ ഇടയാകാതെ വണ്ണം കർത്താവ് സകലവരെയും രക്ഷയുടെ സന്തോഷത്തിലേക്ക് കൊണ്ടുവരും. പക്ഷേ കർത്താവ് പറഞ്ഞതുപോലെ ആരെനിക്ക് വേണ്ടി പോകും, ആര് ഈ മതിലിന് വേണ്ടി ഇടിവിൽ നിൽക്കും എന്ന് പറഞ്ഞതുപോലെ മക്കളാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും ആരാണെങ്കിലും ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ, ഇടിവിൽ നിന്ന് ഞാൻ കരഞ്ഞതുകൊണ്ട് എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ മാത്രമല്ല, എന്റെ മാതാപിതാക്കളാകട്ടെ, എന്റെ സഹോദരി ആകട്ടെ, എല്ലാവരും എന്റെ ബ്രദറിന് വേണ്ടി ഞങ്ങൾ തമ്മിൽ നന്നായിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ അനേകർ പ്രാർത്ഥിച്ചു കാണും. പക്ഷെ ഞാൻ പറയുക, ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കുടുംബത്തിൽ ഒരു കുളമ്പ് പോലും നഷ്ടപ്പെടാതെ കർത്താവ് സകലവരെയും കർത്താവ് തന്റെ കൃപയിൻ കരങ്ങളിൽ, ആ കൃപാസന തണ്ടയിൽ കൊണ്ടുവരും എന്നുള്ളത് ഒരു സത്യത്തിന്റെ സാക്ഷിയാണ് എന്റെ കുടുംബം. അങ്ങനെ ഏതായാലും കൃപയാൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ എന്റെ കുടുംബ പശ്ചാത്തലം ഇങ്ങനെയാകുമ്പോൾ, എന്റെ നഴ്സിംഗ് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ എനിക്ക് വിവാഹാലോചനയ്ക്ക് വേണ്ടിയിട്ട് എന്റെ പപ്പ അന്ന് ഒരുങ്ങി. അപ്പോഴാണ് മാർത്തോമയിൽ നിന്ന് അനേകർ കടന്നു വന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു വിവാഹം എനിക്ക് വേണം, എനിക്ക് വിശ്വാസത്തിൽ നിന്നുള്ള ഒരു വിവാഹം, അങ്ങനെ ഒരു ആഗ്രഹിക്ക് പറയും. ഞാൻ അങ്ങ് വളരെ സ്റ്റബനായിട്ട് നിൽക്കുന്നത് കാരണം എന്റെ പപ്പ ഒത്തിരി എന്നെ കൺവിൻസ് ചെയ്യുവാൻ നോക്കി. ബന്ധകോസുകാരെന്ന് വെച്ചാ, മോളെ അവരിങ്ങനത്തെ ജാതിയിലൊക്കെ ഉള്ളവരാ, ഒത്തിരി താണവരാ, ഒത്തിരി കാര്യങ്ങൾ എന്റെ പപ്പ അന്നത്തെ കാലത്ത് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എന്റെ പപ്പ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആരാണെങ്കിലും കുഴപ്പമില്ല പപ്പ, യേശു കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അത് ഏത് ജാതിയിൽപ്പെട്ടതാണെങ്കിലും ശരി, ഞാനത് സമ്മതിക്കാം. പക്ഷെ അല്ലാതെ ഒരു വിവാഹം എനിക്ക് വേണ്ട എന്ന് സ്ട്രോങ് ആയിട്ട് പിടിക്കാൻ ഇടയായിത്തീർന്നു. അപ്പോഴാണ് ഇപ്പോൾ എന്റെ സാവചാന്റെ, എന്റെ ഹസ്ബൻഡിന്റെ അളിയൻ അവിടെ ഒരു ബ്രോക്കറുമായിട്ട് കടന്നു വന്നു. ഒരു പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പുള്ളി പോകുവാൻ ഇടയായിത്തീർന്നു. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് വിവാഹാലോചന നടക്കുമെന്ന്. അങ്ങനെ കർത്താവിന്റെ കൃപയാൽ എന്റെ ഹസ്ബൻഡിനെ സാവചാനെ എന്നെ വിവാഹം കഴിക്കുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ കർത്താവിന് അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിക്കുവാൻ ഇടയായിത്തീർന്നു. ഞങ്ങള് നാട്ടിൽ ഒന്നൊന്നര വർഷം നാട്ടിൽ, എന്റെ ആദ്യത്തെ കുഞ്ഞു നാട്ടിലാണ് ജനിച്ചത്. അതിനുശേഷം മസ്കറ്റിലേക്കുള്ള ഒരു വിസയുടെ കാര്യങ്ങൾക്ക്, മസ്കറ്റ് മിനിസ്ട്രിയിലേക്കുള്ള വിസയുടെ കാര്യങ്ങൾ ഒരുങ്ങുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ഞാനും ആദ്യം മസ്കറ്റിൽ പോയി. അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞപ്പോൾ സാവചാരം മസ്കറ്റിൽ കടന്നു വന്നു. ഏകദേശം എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു 3-4 വയസ്സ്, മോന് 4 വയസ്സ്, മോക്ക് ഒരു UKG പഠിക്കുന്ന സമയത്ത് അവരെ ഞങ്ങള് മസ്കറ്റിലേക്ക് കൊണ്ടുപോയി. ഇതിൽ ഒരു കാര്യം ഞാൻ പറയണമെന്ന് വെച്ചാൽ, എന്റെ ബ്രദറിനെയും എന്റെ ചേച്ചിയും നാട്ടിൽ നിന്നാണ് വളർന്നത്. ഞാൻ എന്റെ പപ്പയുടെ മമ്മിയുടെ കൂടെയാണ്. പക്ഷെ ഇപ്പോഴും എന്റെ ചേച്ചിക്കും ബ്രദറിനും അവരുടെ ഉള്ളത്തിൽ ഭയങ്കര ഒരു വേദനയുണ്ട്. തന്റെ പപ്പയുടെ കൂടെയും തന്റെ മമ്മിയുടെ കൂടെയും ഞങ്ങൾക്കും നിന്ന് വളരാൻ പറ്റിയില്ലല്ലോ, അവരുടെ സ്നേഹം അവർക്ക് ലഭിച്ചില്ലല്ലോ. എന്റെ ബ്രദർ എപ്പോഴും പറയാം, എന്റെ പപ്പയുടെ കൂടെ നിന്ന് വളർന്നിരുന്നെങ്കിൽ എനിക്കിങ്ങനെ അങ്ങനെയൊക്കെ സംഭവിക്കത്തില്ലായിരുന്നു എന്ന് അവനിങ്ങനെ അവന്റേതായിട്ടുള്ള ഭയങ്കര വിഷമം പറയുവാനിടയായിത്തീർന്നു. അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ജനിച്ചപ്പോൾ ഞങ്ങളും ഓർത്തു, ബിക്കോസ് ഇച്ചിരി എക്സ്പെൻസീവ് മീൻസ് എത്ര ബുദ്ധിമുട്ടാണെങ്കിലും, ജോലിയുടെ ബുദ്ധിമുട്ടാണെങ്കിലും അന്നൊക്കെ നമ്മുടെ ഫാമിലി, നമ്മുടെ പപ്പായും മമ്മിയൊക്കെ നമ്മൾ കൊണ്ടുപോകാൻ പറ്റത്തില്ലായിരുന്നു. പിന്നീട് മീൻസ് അവിടെ ഡെലിവറിക്കൊക്കെ ഞാൻ നാട്ടിൽ വന്ന ഡെലിവറി ആയത്, അവിടെ പ്രഗ്നന്റ് ആണെങ്കിൽ നാട്ടിൽ വന്ന ഡെലിവറി ആയത്. അവിടെ അന്ന് ഡെലിവറിക്കൊക്കെ അവിടെ നിന്ന് അലോഡായിരുന്നു. ഇപ്പൊ എല്ലാം അവിടെ അലോഡാ. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വളർത്തണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ അങ്ങനെ ഞങ്ങൾ കൂട്ടത്തിൽ കൊണ്ടുപോകുവാൻ ഇടയായി. ഞാനിത് പറഞ്ഞതിന്റെ ഉദ്ദേശം, ചിലപ്പം പൈസ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് ഭാര്യ ഒരു സൈഡും ഭർത്താവ് ഒരു സൈഡുമായിട്ടൊക്കെ ജീവിക്കുന്നത്. പക്ഷെ ഒരിക്കലും കുഞ്ഞുങ്ങളത് മനസ്സിലാക്കുവാൻ ഇടയാകത്തില്ല. അവരുടെ ഹൃദയത്തിന്റെ ഒരു വലിയ ഒരു മുറിവ്, എന്തൊക്കെയാണെങ്കിലും പപ്പയ്ക്കും മമ്മിക്കും പൈസ മാത്രം മതിയല്ലോ, ഞങ്ങളെ വേണ്ടല്ലോ എന്നുള്ള ഒരു ചിന്ത എപ്പോഴും കുഞ്ഞുങ്ങളെ ഭരിക്കുന്നത് കൊണ്ട് നമ്മൾ ഇച്ചിരി കഷ്ടപ്പെട്ടാലും, അത് നമ്മൾ പണം സമ്പാദിച്ചില്ലെങ്കിലും സാരമില്ല, കുഞ്ഞുങ്ങളെ ഒരിക്കലും വേറൊരു ഭാഗത്ത് വിട്ടിട്ട് നമ്മള് പോകരുത്. അത് എന്റെ ഒരു ജീവിത അനുഭവത്തിൽ എന്റെ ബ്രദറും സിസ്റ്ററും അതുപോലെ അവരുടെ ഒരു ദാഹം, ഞാനിത് എപ്പോഴും അത് വീട്ടിൽ പോകുമ്പോൾ ഞാനിത് എപ്പോഴും അത് മനസ്സിലാക്കുവാൻ ഇടയായി തീരുന്നുണ്ട്. അതുകൊണ്ട് കൂടുതലിരുന്ന് വളർത്തുന്നതാണ് നല്ലത്. കർത്താവിന്റെ കൃപയാൽ എന്റെ മകളും മോനും ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ആയിരുന്നു. 12ാം ക്ലാസ് വരെ ഞങ്ങളുടെ കൂട്ടത്തിലായിരുന്നു. 12ാം ക്ലാസ്സിന് ശേഷം മോളെ ഞങ്ങള് ഭോപ്പാൽ മധ്യപ്രദേശിൽ ഡെന്റിസ്ട്രിക്ക് വേണ്ടി ഡെന്റൽ കോളേജിൽ കൊണ്ടുവന്ന് ചേർത്തു. 1 വർഷം മോള് തന്നെ ജീവിച്ചു. ഞങ്ങളുടെ വീട്ടിൽ ഇച്ചിരി സ്ട്രിക്റ്റ് കൂടുതലാണ്. 1 വർഷം തന്നെ ജീവിച്ചപ്പോ ഇച്ചിരി എന്താ പറഞ്ഞ അഴിച്ചു വിട്ടതുപോലെ ഇച്ചിരി ഒരു ജീവിതമായിരുന്നു. ഏതായാലും
കുഞ്ഞ് കർത്താവിൽ പ്രാർത്ഥിക്കാൻ അറിയുന്ന വ്യക്തിത്വമായതുകൊണ്ട് കർത്താവ് അവളെ എവിടെയും വിട്ടില്ല, അനുഗ്രഹിക്കപ്പെട്ടെങ്കിലും 1 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങളും അവിടെ കടന്നു വന്നു. അവിടെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒത്തിരി സിനിമ കാണുന്ന ഒരു വ്യക്തിത്വമാണ്. പക്ഷെ ഞങ്ങളുടെ വീട് ഞാനും ഞങ്ങളുടെ മസ്കറ്റിലെന്ന് വെച്ചാൽ എല്ലാ ടിവിയിലുള്ള എല്ലാ ചാനലും ഞങ്ങൾ ഡിലീറ്റ് ചെയ്തു. ഓൺലി ഏഷ്യാനെറ്റ് ന്യൂസും പിന്നെ ഈ ഹോളി ഗോഡ്, അങ്ങനെ കുറച്ച് ഏഞ്ചൽ TV, ആശീർവാദം TV, ഇങ്ങനെ കുറച്ച് TV, അത് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ വീട്ടില് എക്സ്പോസ്ഡ് ആയിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കണ്ടത്. എന്നെ പോലെ അല്ല എന്റെ കുഞ്ഞുങ്ങൾ, ഇച്ചിരി സ്ട്രിക്റ്റുമാ ഇച്ചിരി അങ്ങനത്തെ ഒരു രീതിയിലാ. അപ്പം അവരെ വിട്ടപ്പം ഞാൻ പറഞ്ഞില്ല, ഇച്ചിരി ലൂസെന്ന് വെച്ചാൽ ഇത് എന്തുവാണ് എന്ന് അവർ എന്റെ പഴയ ജീവിതം അതുപോലെ ഫിലിം കാണുന്നതും അങ്ങനെയൊക്കെ ഇച്ചിരിയൊക്കെ ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു. എന്റെ മോക്ക് ഇച്ചിരി ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഓക്കെ, അതിൽ 1 വർഷം കുറച്ച് ദിവസം മാത്രം. പിന്നീട് അവൾക്ക് അവളുടെ സ്റ്റഡീസിന്റെ മാർക്ക് കുറയാൻ തുടങ്ങിയപ്പം അവൾക്ക് മനസ്സിലായി. ബിക്കോസ് എപ്പോഴും ഈ പ്രാർത്ഥനയും ഉപവാസവും എല്ലാം അവൾ കാണുന്നതല്ലേ, അവൾക്ക് മനസ്സിലായി യേശപ്പച്ചനിൽ നിന്ന് ഞാൻ അകന്നു പോയോ, അതുകൊണ്ടാണോ എന്റെ മാർക്ക് കുറഞ്ഞു പോയത് എന്നുള്ള ഒരു പേടിയും ഭയവും വരുവാൻ ഇടയായിത്തീരുന്നു. പെട്ടെന്ന് അവൾ അത് ക്രമീകരിക്കുവാനും യേശുപ്പച്ചനോട് കൂടെ ഏറ്റുപറഞ്ഞ് തന്റെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിപ്പാൻ, അതിനുശേഷം അവളുടെ ബുദ്ധിമുട്ടലും പ്രകാശിപ്പാനും, അതിനുശേഷം അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ അവളുടെ 4 ഇയേഴ്സും അവൾ കംപ്ലീറ്റ് ആയി കർത്താവിൽ പഠിച്ചിറങ്ങുവാൻ അവളെ കർത്താവ് സഹായിക്കുവാൻ ഇടയായിത്തീരുന്നു. അങ്ങനെ അവൾ പഠിച്ചിറങ്ങിയപ്പോൾ അപ്പം 1 ഇയർ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ മസ്കറ്റിൽ നിന്ന് എല്ലാം ക്ലോസ് ആക്കി. ഞങ്ങളും ഭോപ്പാലിൽ തന്നെ, അവൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ വന്നു. എന്റെ മോനും അവിടെ തന്നെ പഠിപ്പാനുള്ള ഭോപ്പാലിൽ തന്നെ ഞങ്ങൾ അങ്ങനെ സെറ്റിൽ ആകുവാൻ, സെറ്റിൽ എന്ന് വെച്ചാൽ അവിടെ പഠന കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ പിന്നെ അവളെ ഡേ സ്കോളർ ആക്കി. ഞങ്ങളുടെ അവിടെ കോളേജിന് അടുത്ത് തന്നെ ഞങ്ങൾ വീടെടുത്ത് അങ്ങനെയായിരുന്നു ജീവിതം. അവളുടെ അപ്പൊ എനിക്ക് ഈ ബ്ലഡ് പ്രഷറുടെ അസുഖങ്ങൾ, ബ്ലഡ് പ്രഷർ ഉണ്ടായിരുന്നു. മെഡിക്കൽ സ്റ്റാഫ് ആയതുകൊണ്ടായിരിക്കാം വളരെ ലീനിയന്റ് ആയിട്ട് ഞാനങ്ങ് മൈൻഡ് ചെയ്യാതെ വിട്ടു. മൈൻഡ് എന്ന് വെച്ചാൽ ഡയറ്റിൽ കൺട്രോൾ ചെയ്യും, പിന്നെ എക്സസൈസ് ചെയ്യും. അങ്ങനെ റെഗുലർ ആയിട്ടിരുന്ന എന്റെ BP അങ്ങനെ കൺട്രോൾ ചെയ്ത് ഞാൻ കൊണ്ടുപോകുമായിരുന്നു. പക്ഷെ ഈ വിവാഹത്തിന്റെ സംബന്ധിച്ച് ഞങ്ങൾ നാട്ടിൽ വരുവാൻ ഇടയായിത്തീരുന്നു. പെട്ടെന്ന് എന്താ പറഞ്ഞ എക്സസൈസ് കുറഞ്ഞു, ഫുഡിന്റെ ഇത് മാറി. കേരളവുമായിട്ട് ഞാൻ അത്രമാത്രം അഡ്ജസ്റ്റഡ് അല്ല. മോളുടെ വിവാഹം, മോളാ മൂത്തത്. കേരളവുമായിട്ട് ഞാൻ അത്രമാത്രം അഡ്ജസ്റ്റഡും ആയിട്ടില്ല. അപ്പം ആകെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. ഡയറ്റിങ്ങും ഇല്ല, അങ്ങനെയൊക്കെ എക്സസൈസും ഇല്ലാതൊക്കെ ആയി എന്റെ BP പെട്ടെന്ന് അങ്ങ് ഷൂട്ട് ആകുവാൻ ഇടയായിത്തീരുന്നു. ആ സമയം പ്രത്യേകിച്ച് കോവിഡും കൂടെയാണ്. ആ കോവിഡിന്റെ സമയത്ത് എനിക്ക് നല്ല ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നുണ്ട്. പക്ഷെ ഞാൻ ആരടുത്തും പറയുന്നുമില്ല. രാത്രി സമയങ്ങളിലൊക്കെ സാവധാനാണെങ്കിൽ വിവാഹത്തിന്റെ തിരക്ക്, രാത്രി ബെഡ് കണ്ടാൽ മതി, അപ്പൊ ഉറങ്ങിപ്പോവും. ഞാൻ പെതുക്കെ എഴുന്നേറ്റിരിക്കും. ഒത്തിരി നാൾ ഇരുന്ന് ശ്വാസം മുട്ടുമ്പോൾ കിടക്കാൻ പറ്റത്തില്ല. ഇരുന്ന് ഞാൻ കുറഞ്ഞ നാൾ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കും, ഉറക്കവും ഇല്ലാതെ അങ്ങ് വളരെയധികം ഭാരപ്പെടുവാൻ ഇടയായിത്തീരുന്നു. വിവാഹത്തിന്റെ നാൾ അടുത്തു. 18-ാം ഞാൻ എല്ലാ സാക്ഷിയിലും എന്റെ ഈ ഒരു സാക്ഷി പറയുന്നതെന്ന് വെച്ചാൽ, എനിക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ജീവിതം ഒരു ബോണസാണ്. അതുകൊണ്ട് ഈ ഒരു സാക്ഷി പറയാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അതുകൊണ്ടാണ് ഞാനിത് എല്ലായിടങ്ങളിലും ഞാൻ ഈ ഒരു സാക്ഷി പറയുന്നത്. എന്റെ കുഞ്ഞിന്റെ വിവാഹത്തിന്റെ 18-ാം തീയതി വിവാഹം, ഫെബ്രുവരി 18-ന്റെ വിവാഹം. 16-ാം തീയതി ആയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടൽ അങ്ങ് എടുക്കുവാൻ തുടങ്ങുമ്പോൾ ഭയങ്കര ശ്വാസം മുട്ടൽ എടുത്തു. അപ്പൊ എന്റെ വീട്ടുകാരൊക്കെ പറഞ്ഞു, നീ എന്തിനാ ഹോസ്പിറ്റലിൽ പോകാൻ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. ഞാൻ പറഞ്ഞു, ഹോസ്പിറ്റലിൽ പോകുന്നതിന്റെ കാര്യമല്ല, ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എന്നെ അവർ അഡ്മിറ്റ് ആക്കും. എന്റെ കോവിഡ് എന്തെങ്കിലും പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ എന്റെ വീട് അങ്ങ് സീൽ ചെയ്ത് വിടും. പിന്നെ എന്റെ കുഞ്ഞിന്റെ വിവാഹം നടക്കത്തില്ല. അതുകൊണ്ട് എന്റെ മോടെ വിവാഹം കഴിഞ്ഞിട്ട് അതിനുശേഷം നമുക്ക് പോകാം. പക്ഷെ എന്റെ ഒരു സ്റ്റെപ്പ് പോലും എടുത്തു വെക്കാൻ ബുദ്ധിമുട്ടുന്നു. അപ്പം എന്റെ വീട്ടുകാരുടെ വളരെയധികം നിർബന്ധത്തോൾ ഞാൻ ഹോസ്പിറ്റലിൽ കടന്നു ചെല്ലുവാൻ ഇടയായിത്തീരുന്നു. അവിടെ പോയപ്പോ എന്റെ BP കണ്ടിട്ട് അവിടെ ഇരിക്കുന്ന ഡോക്ടർ എന്നെ ശരിക്കും ഒന്ന് നോക്കുക, എങ്ങനെ ഈ ജീവിച്ചിരിക്കുന്നു എന്ന്. മെഡിക്കൽ ഫീൽഡിലുള്ളവർക്കറിയാം 280/160 ആയിരുന്നു എന്റെ BP. എങ്ങനെ അത്രമാത്രം ഞാൻ എപ്പോഴും സംസാരിക്കുന്നുണ്ട്, പക്ഷെ ശ്വാസം മുട്ടൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് ദൈവത്തിന്റെ ഒരു വലിയൊരു എന്നെ കുറിച്ചുള്ള പദ്ധതി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ജീവിച്ചിരുന്നത്. ഏതായാലും അപ്പൊ അവിടുത്തെ പ്രാഥമിക ശുശ്രൂഷ എനിക്ക് ഇഞ്ചക്ഷനൊക്കെ അങ്ങനെയൊക്കെ എല്ലാം തന്ന് അവർ പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് അടുത്ത ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ എന്നെ പെട്ടെന്ന് അടുത്ത ഹോസ്പിറ്റലിലേക്ക് മാറ്റുവാൻ ഇടയായിത്തീരുന്നു. അടുത്ത ഹോസ്പിറ്റലിൽ എന്തോ ഇവിടെ വെച്ചുവെച്ചെന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ ആദ്യം പോയത്. പിന്നെ ഞങ്ങൾ മേരി ക്വീൻ എന്ന് പറഞ്ഞ വേറൊരു ഹോസ്പിറ്റലിലേക്ക് കടന്നു ചെന്നു. അവിടെ ചെന്ന് അവിടുത്തെ എമർജൻസി വാർഡിൽ കയറിയപ്പോ തന്നെ എനിക്ക്
ഫസ്റ്റ് അറ്റാക്ക് ഉണ്ടാകാൻ തുടങ്ങി. പെട്ടെന്ന് ഇഞ്ചക്ഷൻ ചെയ്തവരെന്നെ പെട്ടെന്ന് ICUയിലേക്ക് മാറ്റുവാൻ ഇടയായിത്തീരുന്നു. അപ്പോഴും എനിക്ക് അടുത്ത ഫെയിലിയറിൽ പോകുന്നത് പോലെ ഒരു അറ്റാക്ക് ഉണ്ടാകുവാൻ ഇടയായിത്തീരുന്നു. അതിന്റെ ഫ്ലൂയിഡിന്റെ ഓവർലോഡ് കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് എന്നെ കൊണ്ട് വെന്റിലേറ്ററിൽ ഇടുവാൻ തുടങ്ങി. പിന്നെ എന്റെ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു, ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് ചെയ്യാം, പിന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന്. ഒരിക്കലും എന്റെ ഹസ്ബൻഡ് പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പെട്ടെന്ന് കാര്യങ്ങൾ അങ്ങ് മറിയുമെന്ന് ഒരിക്കലും എന്റെ ഹസ്ബൻഡ് വിചാരിക്കുന്നില്ല. പെട്ടെന്ന് എന്റെ ഹസ്ബൻഡ് എന്താ പറയുന്ന എല്ലായിടങ്ങളിലും വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള മസ്കറ്റിലായാലും സൗദിയിലായാലും എല്ലായിടങ്ങളിലും കർത്താവിന്റെ കൃപയാൽ അനേകം പ്രാർത്ഥിക്കുന്നവരെ കർത്താവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഒത്തിരി പേരെന്ന് വെച്ചാൽ ഒത്തിരി പേരെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അനേകരെ കർത്താവ് അവിടുന്ന് എഴുന്നേൽപ്പിച്ചു. അങ്ങനെ ഏതായാലും എനിക്കുള്ള ട്രീറ്റ്മെന്റ് തുടങ്ങി. ഒരു ദിവസം ഉച്ചയായപ്പോൾ ഒരുവിധം എന്റെ BP ഇങ്ങനെ ലെവലായി, ഒരുവിധം കൺട്രോൾ ആക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് നല്ല ഒരുവിധം കോൺഷ്യസ് ആയി. അപ്പം അവിടെ ഇരിക്കുന്ന ഡോക്ടർ വരുമ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടറെ എന്റെ കുഞ്ഞിന്റെ വിവാഹമാണ് നാളെ, എനിക്ക് എന്തുകൊണ്ട് ഡിസ്ചാർജ് വേണമെന്ന്. ഡോക്ടർ പറഞ്ഞു, ശീലാമ്മ സമാധാനപ്പെട്, അവിടെ ഇരുന്ന ഒരു തെലുങ്കൻ ഡോക്ടർ, സമാധാനപ്പെട്, ശീലമ്മയുടെ വിവാഹം ശീലമ്മ മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന ICU സ്റ്റാഫ് എല്ലാവരും കൂടെ ചേർന്ന് ശീലമ്മയുടെ വിവാഹം കാണുന്നതായിരിക്കും. അപ്പൊ എനിക്ക് മനസ്സിലായി അവരെന്നെ വിടത്തില്ല എന്ന്. ഡോക്ടർ 2-3 ബെഡ് മാറിപ്പോയപ്പോൾ ഞാൻ ഡോക്ടറിനെ വിളിച്ചു. എന്റെ വിളിയുടെ ശബ്ദം കേട്ട് എല്ലാവരും ഓടി വന്നു. ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ എനിക്ക് സാരമില്ലായിരുന്നു, എന്നെ മാർച്ചിൽ കൊണ്ട് വിടുമായിരുന്നു. പക്ഷെ ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ എന്റെ കുഞ്ഞ് അവിടെ അനാഥയായിട്ട്, അമ്മയില്ലാത്തവളായിട്ട് അവിടെ അനാഥയായിട്ട് ആ സ്റ്റേജിൽ കയറി നിൽക്കുന്നത് അതിനെക്കാട്ടിലും നല്ലത് അത് പറ്റത്തില്ല ഡോക്ടറെ. ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ എന്റെ കുഞ്ഞിന്റെ വിവാഹത്തിൽ ഞാൻ അറ്റൻഡ് ചെയ്യണം, എന്നെ ഒന്ന് ഡിസ്ചാർജ് ചെയ്യണം, ഞാനങ്ങ് വല്ലാതെ കരയുവാനിടയായിത്തീർന്നു. അപ്പോഴാ ഡോക്ടർ എന്നെ സമാധാനിപ്പിച്ചു. കർത്താവ് അവരുടെ കണ്ണിൽ ഒരിക്കലും അങ്ങനെ ICU ഡിസ്ചാർജ് തരത്തില്ല. പക്ഷെ കർത്താവിന്റെ കൃപ, കർത്താവിന്റെ അവരുടെ കണ്ണിൽ ദയ ലഭിക്കാനും ഡോക്ടർ പെട്ടെന്ന് ഹസ്ബൻഡിനെ വിളിച്ച എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസിൽ എന്നെ ഡിസ്ചാർജ് ചെയ്യിപ്പിക്കാനുള്ള ആലോചന. എന്റെ ഹസ്ബൻഡ് എന്നെ ഒന്ന് സമാധാനപ്പെടുത്തുക, ഞങ്ങൾക്ക് നിന്റെ ജീവന ഇമ്പോർട്ടൻറ്റ്, കുഞ്ഞിന്റെ വിവാഹം എങ്ങനെയെങ്കിലും നടക്കും, നീ ഒന്ന് സമാധാനപ്പെടുക എന്നൊക്കെ എന്റെ ഹസ്ബൻഡ് ഒത്തിരി എന്റെ അടുത്ത് പറയുന്നു. ഞാൻ ഒരിക്കലും നിന്നുകൊണ്ടില്ല, എന്റെ മകളുടെ വിവാഹത്തിൽ ഞാൻ നിൽക്കും, ഞാൻ പോകും, ഞാൻ അവളുടെ അമ്മയാണ്, ഞാൻ മരിച്ചില്ല, ഞാൻ ജീവിക്കുന്നു, ഞാൻ എന്റെ കുഞ്ഞിന്റെ വിവാഹത്തിൽ അറ്റൻഡ് ചെയ്യുമെന്ന് പറഞ്ഞ് കരവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഒട്ടും ഞാൻ അക്സെപ്റ്റഡ് അല്ല എന്ന് വിചാരിച്ചപ്പം വിവാഹം നടക്കുന്നത് 10 മണിക്ക്, എന്നെ 4 മണിയായി, 4 മണി സമയത്തിൽ എന്നെ ഡിസ്ചാർജ് ചെയ്ത് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. പെട്ടെന്ന് എന്നെ കുളിപ്പിച്ച് ഞാൻ ഒരുങ്ങി വിവാഹ പതിവേദിയിലേക്ക് പോയി. കൃപയാൽ എന്റെ കുഞ്ഞിന്റെ വിവാഹത്തിൽ അറ്റൻഡ് ചെയ്യുവാൻ കർത്താവ് അപ്പച്ചൻ എന്നെ സഹായിച്ചു. വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഇത്ര നേരം നീ പറഞ്ഞത് ഞാൻ കേട്ടു, ഇനി ഞാൻ പറഞ്ഞത് നീ കേട്ടാ മതി, കേറിക്കോളാൻ പറഞ്ഞു വണ്ടിയിൽ. അങ്ങനെ അപ്പം തന്നെ എന്നെ കയറ്റിക്കൊണ്ട് പിന്നെയും എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുവാൻ ഇടയായിത്തീർന്നു. ഏതായാലും എന്റെ കുഞ്ഞിന്റെ അമ്മയായിട്ട് അവിടെ നിൽക്കുവാൻ കർത്താവ് അപ്പച്ചൻ എന്നെ സഹായിച്ചു. അതിന് ശരിക്കും ഈ ഒരു കാര്യം ഞാൻ പറയുന്നുണ്ട് എങ്കിലും സിസ്റ്റർ, ഇതിനകത്ത് എന്നെ വളരെയധികം ചിന്തിപ്പിച്ചത് ഞാൻ എല്ലായിടങ്ങളിലും ഈ ഒരു കാര്യം എന്റെ യേശപ്പച്ചൻ എന്നെ ഏൽപ്പിച്ച ഒരു കാര്യം ഇത് തന്നെയാണ്. ബിക്കോസ് എന്റെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത് എന്റെ വാഗ്ദത്തവ. ഞാൻ റോമർ 9:17 ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത് എന്റെ ശക്തി നിന്നിൽ കൂടി വെളിപ്പെടുവാനും എന്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവമാക്കുവാനുമാണ് നിന്നെ ഞാൻ നിർത്തിയിരിക്കുന്നത്. അപ്പൊ ഞാൻ ഈ സാര ഒന്ന് ചിരിച്ചല്ലോ, അതുപോലെ ഞാനും ഒന്ന് ചിരിച്ചു. അയ്യോ, ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാതിരിക്കുന്ന ഞാൻ സർവ്വഭൂമിയിലും സാക്ഷിയാകുന്നു. അതെന്ത്? പിന്നെ ഞാൻ പറഞ്ഞു, കർത്താവെ അങ്ങ് എന്തോ ആണോ ആഗ്രഹിക്കുന്നത് അതുപോലെ എന്നെ ചെയ്തു. അന്ന് ഞാൻ സമർപ്പിച്ച് ഞാൻ എന്തോ ഉണ്ട്, ഞാനിനി ഒന്നുമില്ല, അങ്ങയുടെ ഹിതത്തിന് ഒത്തവണ്ണം നീ എന്നെ അങ്ങ് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നപ്പോ ഈ വാക്യം കിട്ടിയത്. ഡിസ്ചാർജായി വീട്ടിലൊക്കെ വന്ന് എന്നെ ഈ കാര്യങ്ങളെ കുറിച്ച് ധ്യാനിച്ചിരുന്നപ്പോഴാണ് ഈ വാക്യം കിട്ടിയത്. അതുകൊണ്ടാണ് തോന്നുന്നു ഇങ്ങനെ പല TV ചാനലിലും, പ്രത്യേകിച്ച് ഇന്ന് ജോയ്സ് TV ചാനലിലൊക്കെ ഞാൻ പറയുന്നത്, ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നു എങ്കിലും കൃപയാൽ ഇത് എത്രയോ പേര് ഇത് കേൾക്കുമെന്ന് ഞാൻ പൂർണ്ണമായി, ബിക്കോസ് ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നെന്ന് പറവാൻ തക്കവണ്ണം ഞാൻ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ കർത്താവിനെ വിടുവിച്ച വിധങ്ങൾ പറവാൻ കർത്താവ് അപ്പച്ചൻ എന്നെ സഹായിച്ചു. അങ്ങനെ ഞാൻ ICUയുടെ ബെഡില് ആയിരുന്നപ്പോൾ ഞാനൊരു മെഡിക്കൽ സ്റ്റാഫ് ആണല്ലോ, എനിക്ക് മനസ്സിലായി ഇനി ഞാൻ അധികം നിൽക്കത്തില്ല, ഞാൻ എന്റെ ജീവൻ പോവാം. അപ്പൊ ഞാനും യേശപ്പച്ചനുമായിട്ട് നല്ല കൂട്ടാണല്ലോ, നല്ല ഭയങ്കര എന്താ പറഞ്ഞ, ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര കാതല്, ഭയങ്കര ലവ്വാ.
അപ്പൊ എനിക്ക് ഭയങ്കര പൂർണ്ണമായിട്ടുള്ള ഒരു വിശ്വാസമുണ്ട്. ഞാൻ എന്നെ ഇപ്പോൾ ഏഞ്ചൽസ് ഒക്കെ ഇപ്പം വരും, മാലാക്കുകൾ വരും, എന്നെ അങ്ങനെ പതുക്കെ സ്വർഗത്തിലേക്ക്, നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ സീനൊക്കെ കാണുന്നല്ലോ, അപ്പൊ ഇങ്ങനെ സ്വർഗത്തിലേക്ക് എന്റെ യേശുപ്പച്ചൻ എന്നെ ഇങ്ങനെ കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ നോക്കിയിരുന്നപ്പം ഏഞ്ചൽസ് കുറെ നേരമായിട്ടും വരുന്നില്ല. അപ്പോഴാ ഞാൻ സിസ്റ്റർ പറഞ്ഞ മരണഭീതി എന്ന് പറഞ്ഞത് ഭയങ്കര വലുതാണെന്ന്. അന്നാണ് ശരിക്കും എന്റെ അപ്പാപ്പ അനുഭവിച്ച അതേ മരണഭീതി. അയ്യോ, ഇത്രയും നേരമായിട്ട് ആരും വന്നില്ല, ഇനിയും സാത്താനാണോ എന്നെ കൊണ്ടുപോകാൻ വരുന്നത് എന്നുള്ള ഒരു ഭയങ്കര ഭീതി എന്ന് വെച്ചാൽ ആ ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോയവർക്ക് മാത്രമേ മരണഭീതി എന്തുവാന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അത് വല്ലാത്തൊരു ഭീതി തന്നെയാ. ഞാനങ്ങ് ഭയങ്കരമായിട്ട് ഭയപ്പെട്ടു. ഞാനങ്ങ് കരഞ്ഞു പ്രാർത്ഥിക്കുക, യേശുപ്പച്ച എന്റെ കുറവുകൾ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ, ക്ഷമിക്കണമേ, എന്നെ ഈ കുറുംപ്രാവിനെ നീ കുറുനരിക്ക് ഏൽപ്പിച്ചു കൊടുക്കരുതേ എന്ന് പറഞ്ഞ് ഞാൻ ആ IC ബെഡിൽ തന്നെ കിടന്നിങ്ങനെ പ്രാർത്ഥിച്ചു കിടന്നിട്ട് വേണ്ട കുറെ നേരം കഴിഞ്ഞിട്ടും ആരും വന്നില്ല എന്നെ കൊണ്ടുപോകാൻ. അപ്പൊ അവിടെ നിന്നാണ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചത്, ഞാൻ പറവാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോഴാണ് അപ്പൊ മരണം എന്ന് വെച്ചാൽ എന്തുവാ? അപ്പോഴാണ് അവിടുന്ന് ഞാൻ ചിന്തിക്കുന്നത്, ആദാമിന് മരണം എന്ന് കർത്താവ് പറഞ്ഞു, നീ അനുസരിച്ചില്ലെങ്കിൽ നീ മരിക്കും, നീ അനുസരണക്കേട് കാണിച്ചാൽ നീ മരിക്കുമെന്ന്. പക്ഷെ അവൻ അനുസരണക്കേട് കാണിച്ചിട്ടും അവൻ മരിച്ചില്ല, അവൻ പിന്നെയും കടന്നു 930 കുറെ വർഷങ്ങൾ ആദാം ജീവിച്ചു. അപ്പൊ യേശുപ്പച്ചൻ എന്താ കള്ളം പറഞ്ഞു? അപ്പം മരണം എന്ന് വെച്ചാൽ എന്തുവാ? അപ്പൊ എനിക്ക് മനസ്സിലായി, അത്രയും നാൾ ആദാമും യേശുപ്പച്ചനും ഒന്നിച്ചാണ്, മീൻസ് ആ കുളിരേറിയ സമയത്ത് അവർ രണ്ടുപേരുമുള്ള ഒന്നിച്ചുള്ള ആ ഒരു ജീവിതം എന്തൊരു പേരിൻപവും ആനന്ദവുമായിരുന്നു. പക്ഷെ പാപം ചെയ്തപ്പോൾ ആദമിന് അവയ്ക്കും യേശുപ്പച്ചന്റെ മുമ്പ് നിൽക്കാൻ കഴിഞ്ഞില്ല. ആദം ഇങ്ങനെ മറിഞ്ഞ് യേശുപ്പച്ചന്റെ ശബ്ദം കേട്ടപ്പോഴേ, ആ വെളിച്ചം കണ്ടപ്പോഴേ ഇവനിങ്ങനെ മറിഞ്ഞ് ആ മരത്തിന്റെ സൈഡിലേക്ക് അവൻ പാത്തിരിക്കുവാനിടയായി തീർന്നു. അപ്പം ശരിക്കും പറഞ്ഞ മരണം എന്ന് വെച്ചാൽ സെപ്പറേഷൻ ഫ്രം ഗാഡ്, കർത്താവിൽ നിന്ന് നമ്മൾ അകന്ന് ജീവിക്കുന്നതാണ് നമ്മളെ മരണത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളത് ഒരു സത്യം എന്റെ ആ ഒരു പ്രോസസ്സിൽ കൂടി ഞാനൊന്ന് മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നു. സിസ്റ്റർ, അന്ന് ഞാൻ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പുറമേ ഉള്ള ഈ ശരീരത്തിന് ഒരു ഗ്യാരണ്ടിയും ഇല്ല. നമ്മുടെ മിക്സിക്ക്, ഗ്രൈൻഡറിന്, ഫാനിന് എല്ലാത്തിനും ഗ്യാരണ്ടി ഉണ്ട്. നമ്മുടെ ലൈഫിന് ഇൻഷുറൻസ് അവർ തരുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ഒരുത്തരും പറഞ്ഞിട്ടില്ല, ഒരു ഗ്യാരണ്ടി പറഞ്ഞിട്ടില്ല, എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഈ പുറം കൂട് നമ്മുടെ ജീവിതത്തെ വിട്ട് നമ്മുടെ അകമ്മയുള്ള മനുഷ്യനെ വിട്ട് ഒഴിഞ്ഞു പോകും. എപ്പം വേണമെങ്കിലും സംഭവിക്കും. പക്ഷെ നമ്മൾ യേശുവിനോട് കൂടെ ചേർന്ന് ജീവിച്ചാൽ ഒരു കുഴപ്പവുമില്ല. എപ്പോ പോയെങ്കിലും നമ്മൾ നമ്മുടെ യേശുവിനോട് കൂടെ ആയിരിക്കും. പക്ഷെ ഏതെങ്കിലും നമ്മൾ വിചാരിക്കും പാടുന്നു, പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ വിചാരിച്ച്, പക്ഷെ നമ്മൾ തോന്നിയ മാസത്തിൽ നടന്നാൽ, ഏതെങ്കിലും കാരണവശത്താൽ യേശു അല്ലാതാണ് ഒരു ജീവിതം നയിക്കുന്നുവെങ്കിൽ, തീർച്ചയായിട്ടും യേശു ഇല്ലാത്ത ഒരിടത്തിലാണ് നമ്മുടെ ജീവിതം മാറ്റപ്പെടുന്നു എന്നുള്ള ഒരു സത്യമെന്ന് ഞാൻ മനസ്സിലാക്കുവാനിടയായി തീർന്നു. അതുകൊണ്ട് ഹല്ലേലൂയ, ഈ ഒരു കാര്യം ഹല്ലേലൂയ എല്ലാവരുടെ അടുത്തും പറവാൻ തക്കവണ്ണം കർത്താവപ്പച്ചൻ എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അങ്ങനെ എന്റെ കൃപയാൽ എന്റെ ഹോസ്പിറ്റലൈസേഷൻ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ കടന്നു വന്നു. അതിനുശേഷം പ്രകൃതി ചികിത്സയിലുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടി കടന്നു ചെന്നു. അങ്ങനെ കൃപയാൽ ഇന്ന് 3 വർഷം കഴിഞ്ഞു ഞാൻ കർത്താവിൽ ഇങ്ങനെ ശക്തിയോടുകൂടെ ആയിരിക്കുന്നു. ഇടയ്ക്കൊക്കെ ചില ബലഹീനതകളൊക്കെ ശരീരത്തിലുണ്ടെങ്കിലും കർത്താവ് എന്നെ ഇങ്ങനെ ജയോത്സവമായി നടത്തുന്നു. അതുവരെ ഞാൻ ഈ പ്രോസസ്സിൽ വരെ പോകുന്നത് വരെ ഞാൻ പറഞ്ഞില്ല, മസ്കറ്റിൽ നിന്ന് ഞങ്ങൾ കടന്നു വന്നതിന് ശേഷം ഞങ്ങൾക്ക് പിന്നെ വേറെ ഒരു ഇൻകം ഒന്നും ഇല്ല. ഭോപ്പാലിൽ കുറച്ച് പ്ലോട്ട് വാങ്ങിച്ചിട്ടുണ്ട്, അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വിറ്റുപോകും. അപ്പൊ സാക്ഷാ അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം പക്ഷെ ബിസിനസ് ഒരു എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുള്ള ഒരു ചിന്ത ഇരുന്നു. അപ്പോഴാണ് ഈ സംഭവം സംഭവിക്കുന്നത്. അപ്പൊ അന്ന് തൊട്ട് സാക്ഷാൻ ഒരു ആഗ്രഹം, ഇനി ബിസിനസ് എക്സ്റ്റെൻഡ് അല്ല, ഇനി എന്തെങ്കിലും എപ്പം വേണമെങ്കിലും എന്ത് വേണമെങ്കിലും എങ്ങനെയും സംഭവിക്കാം. ഇനി നിക്ഷേപം ഈ ഭൂലോകത്തിന് വേണ്ടിയിട്ടല്ല, ഇനിയുള്ള നിക്ഷേപം സ്വർലോകത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞ് അന്ന് മുതൽ സാക്ഷാൻ തന്നാലാവോളം, മാത്രമല്ല ഉപദ്രവങ്ങളും മറ്റതെല്ലാം കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്തിൽ നമ്മളാലാവോളം യേശുവിന്റെ സാക്ഷിയാകണം എന്ന് പറഞ്ഞ് കഴിയുന്നത് നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ടീമിനെ കർത്താവ് സാക്ഷാന് തന്നു. അങ്ങനെ അവര് മിക്കവാറും ദിവസങ്ങളിൽ പരസ്യയോഗത്തിനും VBS ആയിട്ടും യൂത്ത് കോൺഫറൻസിന് വേണ്ടിയിട്ടും തന്നാലാവോളം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ അറിയാത്ത ഒരു പ്രവാചകൻ ഞങ്ങളുടെ വീട്ടിൽ കടന്നു വന്നിട്ട് എന്നെ നോക്കി ഒരു ദൂത് പറഞ്ഞു.
മകളെ നീ വീട്ടിനകത്ത് ഇങ്ങനെ ഇരുന്ന് നീ ചായം പോയിക്കോട്ടെ, ഞാൻ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം എന്ന് പറയാൻ ഉള്ളവളാ നിന്നെ ഞാൻ നിർത്തിയിരിക്കുന്നത്. എന്നെ കുറിച്ച് ഒന്നും അറിയത്തില്ല പുള്ളിക്ക്. നിന്നെ ഇരുത്തിയിരിക്കുന്നത് നീയും എന്റെ ദാസനോട് കൂടെ കടന്നു ചെന്ന് എന്റേതായിട്ടുള്ള സാക്ഷി പറയണമെന്ന്. അപ്പൊ ഞാൻ മനസ്സിലാക്കി എനിക്ക് വയ്യ, എനിക്ക് കുറച്ച് യാത്ര ചെയ്യുമ്പോഴേ തലകറക്കും അങ്ങനെയൊക്കെയാ. അപ്പം എനിക്ക് വയ്യ, എനിക്ക് പറ്റത്തില്ല, ഞാനിങ്ങനെ ഒതുങ്ങിക്കൂടി ഇങ്ങനെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഒരു ശുശ്രൂഷയല്ലേ, മറ്റമ്മ വേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞ്. അപ്പൊ ഞാൻ ഓർത്ത് അതല്ലല്ലോ, ഏതായാലും ഒരു ദിവസം ഈ കൂട് പൊളിഞ്ഞു പോകും. അത് വീട്ടിനകത്തിരുന്നാലും പൊളിയും, വീട്ടിൽ പുറത്തു പോയാലും പൊളിയും. എന്നാ പിന്നെ യേശുവിന് വേണ്ടിയിട്ട് എന്തുമാകാമല്ലോ. അപ്പൊ കർത്താവെ, ഞാൻ അന്ന് പൂർണ്ണമായിട്ട് സമർപ്പിച്ച കർത്താവെ, ഇതോ ഞാൻ അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് ഞാൻ ആരെങ്കിലും സാക്ഷി പറയാൻ ചെയ്യുമ്പോൾ ഞാൻ റിജക്റ്റ് ആദ്യം ഞാനിങ്ങനെ ആലോചിച്ചാലും പിന്നെ ദൈവം എന്നെ നിർത്തിയിരിക്കുന്നത് തന്നെ ഇതിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ യെസ് എന്ന് പറയുവാൻ തക്കവണ്ണം കർത്താവ് എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ സാജാന്റെ കൂടെ ചേർന്ന് കുമളി, കുമറകം, കൊട്ടാരക്കര, തമിഴ്നാട്, തെലുങ്കാന, മിനിഞ്ഞ 2 ദിവസത്തിന് മുമ്പാണ് ഞങ്ങള് ഭോപ്പാൽ പ്രദേശത്തിൽ നിന്ന് കടന്നു വന്നത്. അങ്ങനെ ചിലയിടങ്ങളിലൊക്കെ കടന്നു ചെന്ന് വലുതായിട്ട് വചനങ്ങൾ അത്തരം ജ്ഞാനം ഇല്ലെങ്കിലും പരിശുദ്ധാത്മാവ് തരുന്ന പ്രാപ്തിക്ക് ഒത്തവണ്ണം ഇങ്ങനെ ഓരോയിടത്തും കടന്നു ചെന്ന് ഞങ്ങളുടെ സാക്ഷി പറഞ്ഞ് കർത്താവിന്റെ നാമത്തെ ഉയർത്തിക്കൊണ്ടിരിക്കുവാൻ കർത്താവ് അപ്പച്ചൻ സഹായിക്കുന്നു. എന്റെ മകൾ ഡെന്റിസ്ട്രി കഴിഞ്ഞു. അതിനുശേഷം അവളുടെ വിവാഹം US-ലുള്ള ഒരു പൈതലിനെ കൊണ്ടായിരുന്നു. അവള് US-ൽ കടന്നു ചെന്നു. ഇപ്പൊ അവിടെ ഒരു പാർട്ട് ടൈം ജോബ് ചെയ്യുന്നു. ഇനി പഠിച്ച് ഡെന്റിസ്ട്രി എഴുതിയെടുക്കണം. എന്റെ മകൻ 4th ഇയർ എഞ്ചിനീയറിംഗ്, ഇനി ഒരു ലാസ്റ്റ് എക്സാം സെമസ്റ്റർ കൂടെ ബാക്കിയുണ്ട്. അങ്ങനെ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട 2 കുഞ്ഞുങ്ങളെയും കർത്താവ് തന്നു. അങ്ങനെ കൃപയാൽ ഇങ്ങനെ സിസ്റ്റർ ഞങ്ങളുടെ ജീവിതം സന്തോഷത്തോട് സമാധാനത്തോട് കൂടി ഇങ്ങനെ ഞങ്ങൾ യാത്രയാകുന്നു. ഈ ഫ്ലൂയിഡ് റൈസ് ആയതിപ്പം ഈ സമയത്ത് ഫ്ലൂയിഡ് റിലൈസ് ആയി എന്റെ ഹാർട്ടിന് പെരിക്കാർഡിയൽ എഫിഷ്യൻ എന്ന് പറയും, മീൻസ് ഹാർട്ടിനെ ചുറ്റിയുള്ള അത് മൊത്തം ഫ്ലൂയിഡ് കൊണ്ട് നിറഞ്ഞു. അതുപോലെ തന്നെ എന്റെ ലങ്സ് ഫ്ലൂയിഡ് കൊണ്ട് നിറഞ്ഞു. അതൊക്കെ സബ്സൈഡ് ആയി ഇപ്പം. പക്ഷെ കിഡ്നി അങ്ങ് ഫെയിലിയർ ആയി. മീൻസ് ഫെയിലിയർ എന്ന് പറയാനില്ല, 4th സ്റ്റേജ് എന്ന് ഡോക്ടേഴ്സൊക്കെ പറയുന്നു. പക്ഷെ ദൈവം എന്നെ ചികിത്സമായി നടത്തുന്നു. കൃപയാൽ ഒരു കേടും കൂടാതെ ഇത്രത്തോളം 3 വർഷക്കാലം എക്സ്റ്റെൻഡ് ചെയ്ത് തന്നു. ഇനി എത്ര ദിവസം മുമ്പോട്ടാകും? കർത്താവിന്റെ കരങ്ങളിൽ എന്റെ പ്രാണൻ സ്വർഗീയ ഭണ്ഡാരത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു. കർത്താവിന്റെ ജയോത്സവമായിട്ട് ഞാനിങ്ങനെ മുമ്പോട്ട് പോകുന്നു സിസ്റ്റർ. കർത്താവ് ഇത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാക്ഷ്യം പറയുവാൻ കർത്താവ് സഹായിച്ചല്ലോ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവദാസിയെ പ്രാർത്ഥിച്ചാൽ. കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനും നിത്യനുമായ സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രി സമയത്തിനായി നന്ദിയോടുകൂടെ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. അപ്പച്ച പരിശുദ്ധാത്മാവേ, അങ്ങ് തന്ന കൃപയ്ക്ക് ഒത്തവണ്ണം സംസാരിപ്പാൻ അവിടുന്ന് അടിയനെ ബലപ്പെടുത്തിയല്ലോ, ശക്തീകരിച്ചുവല്ലോ. കർത്താവേ, കേൾക്കുന്ന ജീവിതങ്ങൾക്ക് അത് അനുഗ്രഹമായി തീരുവാൻ, ആശീർവാദമായി തീരുവാൻ, ആരെങ്കിലും കുടുംബത്തെ ചൊല്ലി കർത്താവേ ഹല്ലേലൂയ ഇനി രക്ഷയുടെ സന്തോഷം പ്രാപിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് ആരെങ്കിലും ഭാരപ്പെടുന്നുവെങ്കിൽ കർത്താവിന്റെ വചനം അയച്ച് ഒരു കുളമ്പ് പോലും നഷ്ടപ്പെടുവാനിട ാതുവണ്ണം സകേലവരെയും കർത്താവെ, കുടുംബത്തിൽ സകേലവരെയും ഈ രക്ഷയുടെ സന്തോഷത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യർക്ക് അസാധ്യം എന്നുള്ളത് ദൈവത്തിന് സാധ്യമാകയാൽ, നിർജീവമായി വെച്ച് ജീവിപ്പിക്കുന്നവൻ കർത്താവാകയാൽ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ കർത്താവാകയാൽ അപ്പച്ചൻ അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നതിനായി സ്തോത്രം പിതാവേ. കർത്താവേ ഹല്ലേലൂയ. രോഗത്തിലോ ഭാരത്തിലോ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ കർത്താവെ, പ്രാർത്ഥിക്കുന്ന ഈ സമയം തന്നെ കർത്താവിന്റെ വചനമയച്ച് അവിടുന്ന് പൂർണ്ണ സൗഖ്യത്തിലേക്ക് വഴി നടത്തുമാറാകണമേ. ഹല്ലേലൂയ. രോഗത്തിന്റെ ബുദ്ധിമുട്ടി കർത്താവെ ഹല്ലേലൂയ കർത്താവിന്റെ വേല ചെയ്യുവാൻ കഴിയുകയില്ലല്ലോ എന്ന് ആരെങ്കിലും ഭാരത്തോടായിരിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് അവരുടെ ശക്തീകരിച്ച് എഴുന്നേറ്റ് പ്രകാശിക്കുക. ഇതോ നിന്റെ വെളിച്ചം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിപ്പാൻ കർത്താവ് അവരെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. ഒരു പ്രാവശ്യം മാത്രമുള്ള ഈ ജീവിത യാത്ര യേശപ്പച്ച അങ്ങയുടെ നാമമഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. അപ്പാ, ഞങ്ങൾക്ക് തന്ന ഈ ജീവിതകാലം, ഈ പ്രവാസകാലം ഭയത്തോട് കഴിപ്പാൻ കർത്താവെ, നിൽക്കുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കണ്ടേ എന്ന് പറയുന്നത് പോലെ ദൈവമേ, ഭയത്തോടും ഭക്തിയോടും ദൈവസന്നിധാനത്തിൽ ഞങ്ങൾ താടിയിരിപ്പാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കുമാറാകണമേ. പ്രത്യേകിച്ച് ഈ ജോയ്സ് ജീവിക്കായി സ്തോത്രം. ഇങ്ങനെ ഒരു മുഖാന്തരം കർത്താവെ അനേകർക്ക് അവിടുന്ന് ഒരുക്കി കൊടുക്കുന്നുവല്ലോ. ഇതിനെ അനുഗ്രഹിക്കണമേ. കേൾക്കുന്ന അനേകർക്ക് ഇതൊരു ആശീർവാദമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങ് അവിടുന്ന് തന്റെ വേല ചെയ്യുന്നത് കർത്താവെ എത്ര വ്യത്യസ്തമായുള്ള രീതികളിലാണ് അപ്പച്ച. അങ്ങയുടെ കരങ്ങളിൽ സമ്പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
അങ്ങ് കർത്താവെ ഹല്ലേലൂയ അനുഗ്രഹിച്ചിരിക്കുന്നതിനായി സ്തോത്രം, ആശീർവദിച്ചിരിക്കുന്നതിനായി സ്തോത്രം, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങൾ ജീവനുള്ള നല്ല പിതാവേ. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു. ഓക്കേ, ദേവദാസി, കർത്താവ് സഹായിക്കട്ടെ. പിന്നെയും ദൈവം നീട്ടി തന്നതായി ആയുസ് കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഉപയോഗിക്കുക. ഓക്കെ.